ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ സംഗമങ്ങൾ നടത്തുവാൻ കർത്താവ് അവർക്ക് കൃപ നൽകട്ടെ. ബഹുമാന്യനായ അധ്യക്ഷനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പരിചിതരായ ധാരാളം ദൈവദാസന്മാർ ഇന്ന് രാത്രി ഈ യോഗത്തിലുണ്ടല്ലോ. എൻ്റെ സഹപാഠിയുടെയായ പാസ്റ്റർ റോണി ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. പ്രിയപ്പെട്ട സെൻട്രൽ പാസ്റ്റേഴ്സ്, അതുപോലെ മറ്റ് വിവിധ നിലകളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, വിശേഷിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന ഖൊയർ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമുഖങ്ങൾ കൂടാതെ നമ്മുടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനു മുൻപ് ചില മിനിറ്റുകൾ ദയവായി കണ്ണുകളെല്ലാം കർത്തൃസന്നിധിയിൽ അടച്ച് അധരങ്ങളെല്ലാം തുറന്ന് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നിർത്താതെ എല്ലാ അധരത്തിൽ നിന്നും സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരട്ടെ, സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ, ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കത്തക്ക വിധത്തിൽ, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകത്തക്ക വിധത്തിൽ എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിർത്തരുത്. എല്ലാ ഇടങ്ങളിൽ നിന്നും ആ സ്തുതിയും ആരാധനയും ഉയരട്ടെ. വാ തുറന്നേ. നമ്മുടെ സ്തുതിയാണ് നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനം. ഇതൊരു ആത്മീക യുദ്ധമാണ്. ദൈവജനം കൂടി വരുന്ന ഇടം കളിസ്ഥലമല്ല, ആത്മയുദ്ധം നടക്കുന്ന ഇടമാണ്. ഇന്ന് രാത്രി ഒരാത്മയുദ്ധം നമ്മുടെ നടുവിൽ സംഭവിക്കുവാൻ പോകുകയാണ്. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ പൊളിഞ്ഞു മാറുന്ന, ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ഒരു സമയമായി ഈ സമയത്തെ കർത്താവ് തിരിക്കുകയാണ്. വായി തുറന്ന് എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഒരുമിച്ച് പാടിക്കേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഉച്ചത്തിൽ പാടിക്കുക. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുക. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. മറ്റുമെങ്കിലും കരങ്ങളൊന്ന് ഉയർത്തി പാടിക്കേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഒന്നുകൂടെ പഠിക്കുക. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും, എല്ലാ നാവും യേശു. ജനമരികൾ കൂടുന്ന പഠിക്കുക. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും,
എല്ലാ നാവും രഖബ സഗതമനെ റാംദന സിഗതമനെയാം തൽജനാംസെ ഓ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു മാത്രം കർത്താവ്. രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അവിടെ എഴുന്നള്ളി വന്നിട്ടുള്ളതിന് സ്തോത്രം. ആത്മമണ്ഡലത്തെ തുറന്നു തരണമേ, ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അവിടെ നയിക്കണമേ. കൃപയുടെ വചനത്തിന് സാക്ഷ്യം പറയണമേ. ഈ ജനം വചനത്താൽ, ഈ ജനം ആത്മാവിനാൽ ഇന്ന് രാത്രി സ്പർശിക്കപ്പെടട്ടെ. വലിയ നിറവുകളുടെ പകർച്ചയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ കരമുയർത്തി എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചത്തിൽ ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ നമ്മുടെ സവിശേഷമായി ചിന്തയ്ക്കായി എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. ദയവായി ബൈബിൾ തുറന്നാട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. എബ്രായർ 9:28. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. എല്ലാവരും കൂടെ ചേർന്ന വാക്യം ഒന്നിച്ച് ഉച്ചത്തിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഈ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് എബ്രായ ലേഖനത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. എബ്രായ ലേഖനത്തിന്റെ ആകത്തുക നമ്മൾ കടഞ്ഞെടുത്ത് പറയുകയാണെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്നുള്ളതാണ്, നിസ്തുല്യത എന്ന് പറയാം. മറ്റാരുമായി തുലനം ചെയ്യാൻ കഴിയാത്ത, താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഔന്നത്യം. അതാണ് എബ്രായ ലേഖനത്തിൻ്റെ സവിശേഷത. അതിനെ കുറഞ്ഞത് ഒരു 2 ഭാഗമായിട്ട് വേണം നമ്മൾ തരംതിരിക്കാൻ. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നതാണ്. ഈ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെ സകല മഹാരഥന്മാരെയും നിരത്തി നിർത്തിയിട്ട് ആ സകല മഹാരഥന്മാരെക്കാളും അവിടുന്ന് ശ്രേഷ്ഠനാണ്. അതാണ് എബ്രായ ലേഖനത്തിൻ്റെ ഒരു ലൈൻ. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് പഴയ നിയമത്തിൻ്റെ സകല പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. അങ്ങനെ പോകുന്ന അവിടുത്തെ ആ ശ്രേഷ്ഠത. അതിന് ഈ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിനെ പല ഭാഗങ്ങളായി തരംതിരിച്ച് പഠിക്കണം. അതിലൊന്നാമത്തെ കാര്യം, ദൂതന്മാർ സൃഷ്ടികളാണ്, കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടികർത്താവാണ്. ദൂതന്മാർ സേവകളാണ്, സേവകരാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു രാജാവാണ്. ദൂതന്മാർ ആരാധകരാണ്, പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ആരാധ്യനാണ്. അതാ വ്യത്യാസം. അതുകൊണ്ട് ദൂതന്മാരെക്കാൾ
ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ. അതിനങ്ങനെ പറയുന്നത്, മോശ ദൈവഗ്രഹത്തിൻ്റെ വിശ്വസ്തനായ ദാസനാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവഗ്രഹത്തിൻ്റെ അവകാശിയാണ്. മോശ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് ന്യായപ്രമാണം വാങ്ങിയവനാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ നിയമമായി ഇറങ്ങി വന്നവനാണ്. അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. ഇനി യോശുവയേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ, യോശുവ ജനത്തിന് കനാനാണ് അവകാശമായി നൽകിയതെങ്കിൽ ക്രിസ്തു ജനത്തിന് നിത്യതയാണ് അവകാശമായി നൽകുന്നത്. യോശുവ ജനത്തിന് ശാരീരിക വിശ്രമമാണ് നൽകുന്നതെങ്കിൽ ക്രിസ്തു ജനത്തിന് ദൈവരാജ്യം എന്ന നിത്യതയാണ് വിശ്രമമായി നൽകുന്നത്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്? പ്രവാചകന്മാർ കേവല സന്ദേശവാഹകർ മാത്രമാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ സന്ദേശമാണ്. പ്രവാചകന്മാർ ദൈവത്തെ കുറിച്ച് പറയുന്നവരാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നവനാണ്. അങ്ങനെ സകല ആളത്വങ്ങളെക്കാളും അവിടുന്ന് ശ്രേഷ്ഠനാണ്. ഇനിയും അവിടുത്തെ രണ്ടാമത്തെ ശ്രേഷ്ഠത ശുശ്രൂഷപരമായ ശ്രേഷ്ഠതയാണ്. അത് പറയുകയാണെങ്കിൽ അവിടുന്ന് പഴയ നിയമത്തിൻ്റെ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, പഴയ നിയമത്തിൻ്റെ ആലയത്തേക്കാൾ ശ്രേഷ്ഠൻ, പഴയ നിയമത്തിൻ്റെ യാഗത്തേക്കാൾ ശ്രേഷ്ഠൻ. അതിനെ അങ്ങനെ പറയുന്നത്, എല്ലാ പുരോഹിതന്മാരും മരണത്താൽ മാറുന്നവനാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മരണത്താൽ മാറാത്ത മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള എന്നേക്കും മഹാപുരോഹിതനാണ്. പഴയ നിയമത്തിന്റെ മഹാപുരോഹിതന്മാരെല്ലാം അവരെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കേണ്ടവരാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സകല ജനത്തിൻ്റെയും പാപത്തിന് വേണ്ടി കൂടെയല്ല എന്നേക്കും യാഗമായി തീർന്നവനാണ്. പഴയ നിയമത്തിന്റെ മഹാപുരോഹിതന്മാർ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സഹതാപം കാണിക്കുവാൻ കഴിയുന്ന മഹാപുരോഹിതനാണ്. എന്തുകൊണ്ടാണ് യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്? പഴയ നിയമത്തിന്റെ യാഗങ്ങളെല്ലാം കൂടെ അർപ്പിക്കേണ്ട യാഗങ്ങളാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കും ഒരിക്കലായിട്ടുള്ള യാഗമാണ്. പഴയ നിയമത്തിന്റെ ആലയത്തേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയാൻ കാരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആലയം നിൽക്കുന്ന സ്ഥലത്തിനാണ് പ്രാധാന്യത. എന്നാൽ യോഹന്നാൻ 4 വരുമ്പോൾ യേശുക്രിസ്തു നിൽക്കുന്ന സ്ഥലത്തിനല്ല പ്രാധാന്യത, യേശുക്രിസ്തു ആ വ്യക്തിക്കാണ് പ്രാധാന്യത. അതുകൊണ്ട് 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. വ്യക്തിത്വത്തിനാണ് പ്രാധാന്യത. ഇങ്ങനെ എബ്രായ ലേഖനം മുഴുവൻ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ്. ബെറ്റർ എന്ന പദം 4 നിലകളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ബെറ്റർ പ്രീസ്റ്റ്, ബെറ്റർ കവനന്റ്, ബെറ്റർ സാക്രിഫൈസ്, ബെറ്റർ റെസ്റ്റ്. ഇങ്ങനെ എബ്രായ ലേഖനത്തെ ആ ഒരു വിധത്തിൽ ക്രിസ്തുവിൻ്റെ നിസ്തുല്യത കൊണ്ട് വിശദമാക്കിയിരിക്കുകയാണ്. ഇനി ഞാൻ അതിൻ്റെ വാക്യ വിശദീകരണത്തിലേക്ക് വരാൻ പോവുകയാണ്. എന്താ നമ്മൾ വായിച്ചത്? ക്രിസ്തുവും അങ്ങനെ തന്നെ. എല്ലാവരും കൂടെ പറഞ്ഞേ, എന്നാ? ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അവിടെ ആദ്യത്തെ ആ പദം കണ്ടോ? ക്രിസ്തുവും അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ വായിക്കേണ്ട വാക്യം ഞാൻ പറയാമേ, അത് വായിച്ചാൽ മതി. ക്രിസ്തുവും അങ്ങനെ തന്നെ. അവിടെ ഒരു ചോദ്യമുണ്ട്, എങ്ങനെ? അങ്ങനെ തന്നെ എന്നല്ല പറയുന്നത്. ചോദ്യം എങ്ങനെ? എബ്രായ ലേഖനം 9:27 അവിടെ വായിക്കുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ. അവിടെ ഒരിക്കൽ മരണം. എല്ലാവരും കൂടെ പറഞ്ഞേ, എന്നാ? ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി. അതിലാ ഒരിക്കൽ മരണം എന്ന് പറയുന്ന ആ ഒരു പദം ഉണ്ടല്ലോ, നിങ്ങളുടെ ബൈബിളിനകത്ത് അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. ഒരിക്കൽ മരണം. ആ വാക്ക് എന്നാ പറയുന്നതെന്നറിയാം? മരണം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അതാ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു പുനർജന്മ സിദ്ധാന്തത്തെയും ബൈബിൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബൈബിളിനകത്ത്
പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരാശയമില്ല. ഈ പുനർജന്മം എന്ന് പറയുമ്പോൾ ജന്മജന്മാന്തരങ്ങളിലെ വിശ്വാസം, അരി കട്ടവൻ എലിയായി, വെള്ളം കട്ടവൻ തവളയായി, പഞ്ചസാര കട്ടവൻ ഉറുമ്പായി, അങ്ങനെ പല നിലകളിൽ പല വിധത്തിൽ പുനർജനിക്കുന്ന പുനർജന്മ സിദ്ധാന്തം, അങ്ങനെ ഒരു കാര്യം ബൈബിൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബൈബിൾ പറയുന്നു മരണമുണ്ട്, ഒരിക്കല. കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. ഒരിക്കലാണ് മരണം, ഒരിക്കലായിട്ട് മരിക്കുകയാണ്. പിന്നീട് ഒരു മരണമോ പിന്നീട് അങ്ങനെ ഒരു അവസ്ഥയോ ഇല്ല. ഒരിക്കൽ മരണം. ആ മരണം കഴിഞ്ഞിട്ട് പിന്നെ ന്യായവിധി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. മരണത്തിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ തന്നെ മരണത്തിനപ്പുറത്ത് ചിലതുണ്ട്, അത് ജന്മജന്മാന്തരങ്ങളാണ്, അതായത് പുനർജന്മമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ബൈബിൾ ഇതൊന്നും പറയുന്നില്ല. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, പക്ഷേ അത് സ്വർഗം, നരകം, ന്യായവിധി ഇത്യാദി കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നതാണ്. ഇതാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കൽ മരണം. ഞാൻ ഈ മരണം എന്താണെന്ന് ഒന്ന് നിർവചിച്ചേക്കാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ. എന്താണ് ഈ മരണം? നമ്മൾ ഈ ചത്തുപോയി എന്നൊക്കെ പറയത്തില്ലേ? ചത്തുപോയി എന്ന് പറഞ്ഞാൽ ശരിക്കും സത്തുപോയി എന്നാണ്. എന്നെ ഞാനാക്കിയ എന്നിലെ ആ സാക്ഷാൽ ആളത്വം എന്നെ വിട്ടു പോകുന്നതാണ് ഈ സത്യത്തിൽ മരണമെന്ന് പറയുന്നത്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. ഈ ശരീരം ഉണ്ടല്ലോ, ആത്മാവിൻ്റെ വസ്ത്രമാണ്. ഇത് ആത്മാവിൻ്റെ വസ്ത്രമാണ്. ഞാൻ പാടുന്നില്ല, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് പാടിപ്പോയാൽ ചിലപ്പോൾ സമയം പോകും. ഈ ദേഹമെന്നൊരാ വസ്ത്രം ഊരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ആ പാട്ടറിയോ? അറിയത്തില്ല. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. ഇത് പാടുന്ന എപ്പോഴാണെന്നറിയോ? ഈ ബോഡി വീട്ടിൽ നിന്ന് സെമിട്രിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ്. സ്വാഭാവികമായി ഇവിടെ കൊയർ കുറവാണ് മരണ വീട്ടിൽ. ഉണ്ട്. നാട്ടിലിപ്പം വേറെ ട്രെൻഡായി കഴിഞ്ഞു. ബാൻഡ് മേളമൊക്കെ തുടങ്ങി. മുന്നിൽ കൊയറും പിന്നിൽ ബാൻഡ് മേളമാണ്. അപ്പോൾ പല പരിപാടികളാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകുമ്പോൾ പാടുന്നതാ, പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്ത് ഉറങ്ങിടാൻ. അതിലെ ഒരു അനുപല്ലവിയ, ദേഹമെന്നൊരാ വസ്ത്രം ഊരി ഞാൻ 6 അടി മണ്ണിൽ ആഴ്ത്തവേ. സത്യത്തിൽ ഈ ദേഹം എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് ആത്മാവിൻ്റെ വസ്ത്രമാണ്. അത് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഉരിയുക, ധരിക്കുക, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ ദേഹമെന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ വസ്ത്ര. അപ്പൊ ദേഹമല്ല മെയിൻ, ആത്മാവാണ് മെയിൻ. ഇവിടെ കിട്ടുന്നുണ്ടോ? ആത്മാവുള്ളത് കൊണ്ടാണ് ദേഹമുള്ളത്. ആത്മാവ് പോയാൽ ദേഹം തീർന്നെന്ന്. ആത്മാവ് പിരിഞ്ഞ ദേഹം എന്തിനുമുള്ള? 24 മണിക്കൂർ വീട്ടിൽ വെച്ചേക്കാൻ കൊള്ളത്തില്ല. പിന്നെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് മറവ് ചെയ്യണം. അതുകൊണ്ടല്ലേ നമ്മൾ മറവ് ചെയ്തു എന്ന് പറയുന്നത്. ശരീരം മറവ് ചെയ്തു, അങ്ങനല്ലേ പറയുന്നത്? മറവ് ചെയ്തേ പറ്റൂ. ആത്മാവുള്ളതാണ് ശരീരത്തിൻ്റെ സവിശേഷത. ഇത് പിരിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല. അതാണ് മനുഷ്യന്റെ സ്ഥിതി. അപ്പൊ മരണമെന്ന് പറയുന്നത് ശരീരത്തെ വിട്ട് ആത്മാവ് പിരിയുന്നതാണ്. അതാണ് മരണം. ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടുണ്ട് കേട്ടോ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ ഇതുപോലെയുള്ള വിഷയങ്ങളുടെ അവതരണത്തിനായിട്ട് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് പറയാം. ഈ റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. റെയ്മണ്ട് മൂഡി അയാളൊരു നാസ്തികനാണ്. അപ്പോൾ തന്നെ നാസ്തികൻ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി എന്ന് പറയും. മുനിയറക്കാർക്ക് നാസ്തികൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ എന്നോർത്ത് ഞാൻ അതിനെ ഒന്ന് വിവർത്തനം ചെയ്ത നിരീശ്വരവാദി, ദൈവമില്ല എന്ന് പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ തന്നെ അയാൾ ഒരു ഫിലോസഫർ, തത്വചിന്തകന്, ഒരു ഡോക്ടറാണ്. ഈ നാസ്തികനായ ഈ ഡോക്ടറുടെ ആശുപത്രിയിൽ ഒരു പേഷ്യന്റ് മരിക്കുന്നു. അയാൾ മരിച്ചു എന്ന് ഡോക്ടർ ക്ലിനിക്കലി സർട്ടിഫൈ ചെയ്യുന്നു. അയാൾ മരിച്ചു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ
ഈ മരിച്ചു എന്ന് പറഞ്ഞ ആള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ ചിലരുടെ നോട്ടം കണ്ടിട്ട് ഫസ്റ്റ് നുണയടിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. മരിച്ചെന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എത്ര സംഭവം വേണം. ഈ അടുത്ത സമയത്ത് ഒരു 1.5 വർഷമായി കാണും, ഡൽഹിയിൽ ചൗധരി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ 90-കാരൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ബോഡി വീട്ടിൽ കൊടുത്തു വിട്ടു. നിങ്ങൾക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ സംസ്കാരത്തിൻ്റെ രീതിയൊക്കെ ഉണ്ട്. അപ്പം വലിയ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് അവർ കൊണ്ടുപോയി സെമിട്രിയിലെത്തി. ആ പൊതു ശ്മശാനത്തിൽ ചിതയൊരുക്കി. ചിതയ്ക്ക് തീ കൊടുത്തപ്പോൾ ചൗധരി എന്ന് പറയുന്ന 90-കാരൻ ചാടി എഴുന്നേറ്റു. അപ്പം മരിച്ചെന്ന് പറഞ്ഞാലും മണിക്കൂറുകൾ കഴിഞ്ഞാലും ചിലരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെ റെയ്മണ്ട് മൂഡിയുടെ ആശുപത്രിയിലും ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഡോക്ടർ ഓടി അവിടെ ചെന്നപ്പോൾ ഈ മനുഷ്യൻ പറയുക, സർ, ആ പേടിപ്പിക്കുന്ന ഇടത്തേക്ക് എന്നെ ഇനി വിടരുത്. സ്വാഭാവികമായും ഫിലോസഫർ ആയതുകൊണ്ട് അദ്ദേഹം ആ വഴിക്ക് അതിനെ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. അവരവരുടെ ഈ ചിന്ത അനുസരിച്ചാണ്, അവരവരുടെ രീതി അനുസരിച്ചാണ് ചിന്ത വരുന്നത്. ഞാനൊരു പ്രീച്ചർ എന്നുള്ള നിലയിൽ എന്ത് കണ്ടാലും, പ്രസംഗയിലും ഭയങ്കര സുന്ദരനായാലും ചെരുപ്പ് നന്നാക്കുന്ന ആളിൻ്റെ നോട്ടം ചെരുപ്പയിലോട്ടായിരിക്കും. അതാണ് ജോലി അനുസരിച്ചായിരിക്കും ചിന്ത. ഇദ്ദേഹം ഫിലോസഫർ ആയതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി റെയ്മണ്ട് മൂഡി ചിലരെ പിടിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് എന്നതുപോലെയോ വെള്ളത്തിലേക്ക് എന്നതുപോലെയോ താഴേക്ക് പോകുന്നു. മറ്റു ചിലരെ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെയോ സ്വർണ്ണവർണ്ണ ശോഭയോ കാണുന്നത് പോലെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ കെട്ടുകഥ പറഞ്ഞതല്ല. ഡോക്ടർ റെയ്മണ്ട് മൂഡി എന്നോ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നോ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിത് കാണാം. ഇനി അതല്ല, ഈ വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഇവിടെങ്ങാനും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. ഈ പാസ്റ്റർ TS ബാലൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അത് 97-ലാണ്. ആ പുസ്തകത്തിന്റെ പേരാണ് മരിച്ചവർ എവിടെ. മാർക്കറ്റിൽ അവൈലബിൾ അല്ല, പക്ഷേ ഇന്റർനെറ്റിൽ അതിന്റെ PDF ഡൗൺലോഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, മരിച്ചവർ എവിടെ, പാസ്റ്റർ TS ബാലൻ. ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടും. 4 അധ്യായങ്ങൾ റെയ്മണ്ട് മൂഡിയെ ഉദ്ധരിച്ചാണ് പാസ്റ്റർ TS ബാലൻ അത് എഴുതിയിട്ടുള്ളത്. ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാ. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നല്ല ഒരു ഗ്രാഹ്യം ഉണ്ടാകും. അപ്പം അതിൽ ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ശരീരത്തെ വിട്ട് ആത്മാവ് പിരിയുന്നതാണ് മരണമെന്ന് പറയുന്നത്. അതൊരിക്കൽ മാത്രമുള്ള ഒരു അനുഭവമാണ്, കൂടെ സംഭവിക്കത്തില്ല. അട്ടെ, ഈ ആത്മാവ് ഒരിക്കലായിട്ട് ശരീരത്തെ വിട്ടു പിരിഞ്ഞാൽ അതെങ്ങോട്ട് പോകും? നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടി പറയുക. മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മാവ് ശരീരം വിട്ടാൽ, രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, റെയ്മണ്ട് മൂഡിയുടെ പഠനത്തിൽ പറഞ്ഞില്ലേ മേലോട്ട് പോകുന്നെന്ന്, രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, കൃപയിൽ നിൽക്കുന്നവനാണെങ്കിൽ, മരണത്തിൻ്റെ അപ്പുറത്ത് അവനൊരു സ്വർണ്ണവർണ്ണ ശോഭയെ കാണുന്നത് പോലെ ഉയരത്തിലേക്ക് പോകും. ബൈബിൾ അങ്ങനെ പറഞ്ഞു, നീതിമാന്റെ യാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളം അവൻ ഒഴിഞ്ഞു പോകും. അപ്പം രക്ഷിക്കപ്പെട്ടവൻ, ഞാനതിനെ അല്പം കൂടെ ഒന്ന് വിശദീകരിക്കുക, കൃപയിൽ നിൽക്കുന്നവൻ, വചനത്തെ അനുസരിക്കുന്നവൻ, അവൻ മരിച്ചാൽ താഴോട്ടല്ല മുകളിലോട്ടാ പോകുന്നത്. ആ ബോധ്യമുള്ളവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഓരോ ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. ഈ ഉറപ്പ് വേണം കേട്ടോ. മരിച്ചാൽ മേലോട്ട് പോകും. ഞാൻ പറയട്ടെ, നമുക്ക് അറിയാൻ മേലാത്ത 2 കാര്യമാണ് മരണം, പിന്നെ കർത്താവിൻ്റെ വരവ്. നമുക്കത് അറിയത്തില്ല ഇത് രണ്ടും. ഈ മരണം എപ്പോ വരും? ആർക്കറിയാം? ഞങ്ങൾ താമസിക്കുന്നത് കോട്ടയത്താണ്, തൊട്ടടുത്ത് മല്ലപ്പള്ളിയിൽ ആലിയ എന്ന് പറയുന്ന 1 വയസ്സുകാരി 5 പേർക്ക് ജീവൻ നൽകിക്കൊണ്ട് ഒരു അപകടത്തിൽ ലോകത്തോട് യാത്ര പറഞ്ഞു. ഒരു പക്ഷെങ്കിൽ പോലീസ് ബഹുമതികളോടെ 1 വയസ്സുള്ള ഒരു കുട്ടിയെ അടക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ആലിയ എങ്ങനെ അടയ്ക്കുന്നത്? അപ്പോൾ 1 വയസ്സിൽ മരിക്കാം. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ മിനിസ്ട്രി എന്ന ചർച്ചിൻ്റെ ഒരു 2-3-4 കിലോമീറ്റർ അകത്ത് ഒരു വീട്ടിൽ മരണമുണ്ടായി. ഒരു അപകടത്തിൽ അമ്മയും മകനും ഒരുമിച്ച് മരിച്ചു. മകന് 19 വയസ്സ്,
മെഡിക്കൽ എൻട്രൻസിന് ലക്ഷ്യയിൽ പഠിക്കുന്ന മകൻ, അവനെ കൊണ്ട് കോളേജിലാക്കിയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാനും വരുവാന്ന് പറഞ്ഞ് കാറെ കയറി പോന്നു. ഒരപകടം ഉണ്ടായി. ചില ദിവസങ്ങൾ ചികിത്സയിലായിരുന്നു. ആ മകൻ മരിച്ചു. അമ്മ അപകടത്തിൽപ്പെട്ടു. വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് വീട്ടിൽ വിട്ടു. മകൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അമ്മയ്ക്ക് അറ്റാക്ക് ഉണ്ടായി. അമ്മ മരിച്ചു. ഒരു വീട്ടിൽ ഒരു മുറ്റത്ത് 2 മോർച്ചറികൾ, 2 മൃതശരീരങ്ങൾ. മകന് 19 വയസ്സ്, അമ്മയ്ക്ക് 40ഓളം വയസ്സ്. അപ്പൊ ആർക്കറിയാം എപ്പോഴാ മരണം വരുന്നതെന്ന്? അറിയണം പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ ഇങ്ങനെ ഒരു പ്രതിഭാസത്തെ നമ്മൾ നേരിടേണ്ടി വരും. ആരും അതിൽ നിന്ന് മുക്തരല്ല. അത് മേരി ജോൺ തോട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും വിട്ടു നാം തിരിക്കണം. വിസമ്മതങ്ങൾ ഒന്നുമേ ഒന്നും ഫലപ്പെടത്തില്ല. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കവേ അതിർത്തിയിൽ ത്യജിക്കണം. എല്ലാം ഇവിടെ കളയണം, എന്നിട്ട് പോകണം. ആ വഴി പോയവരാ സകല മനുഷ്യരും. അപ്പം മരണം എപ്പോഴാന്ന് നമുക്കറിയത്തില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. വളരെ സിമ്പിളാണ് മരണം വരാൻ. അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ തീർന്നു കാര്യം. അത്രേ ഉള്ളൂ. അല്ലാതെ കാരിരുമ്പിന്റെ കരുത്തുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എത്ര വലിയ നെഞ്ചളമുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. 6 പാക്ക് ഉണ്ടായാലും 8 പാക്ക് ഉണ്ടായാലും ഒരു കാര്യമില്ല. എന്നോടൊപ്പുണ്ടെങ്കിൽ ഒരാമയും പറ. അപ്പം എപ്പോൾ വേണേലും മരണം വരാം. എൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതെന്ന് ഓർക്കായെങ്കിൽ എന്ത് കഷ്ടമേ. എപ്പോഴാണ് ഇത് വരുന്നതെന്ന് ആർക്കറിയാം? അറിയില്ല. എപ്പോൾ വേണേലും വരാം. കള്ളം പറയുമ്പോഴോ വെള്ളത്തിൽ യാത്രയിലോ കള്ളക്കേസിന് പോയി കച്ചേരി തിണ്ണയിലോ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കറിയാം? വീട്ടിൽ കിടക്കയിൽ വെച്ചോ അയ്യോ സോദര ആരാധനയ്ക്കായി പള്ളിയിൽ പോകുന്ന നേരത്തോ വാളിനാൽ വിട്ടുകൊണ്ടോ പാമ്പിന്റെ കടിയേറ്റോ ആർക്കറിയാം എപ്പോഴാണെന്ന്? മരണമുണ്ടോ? ഉറപ്പാ. അപ്പൊ ഒരിക്കൽ മരണം ആവർത്തിക്കപ്പെടുന്നില്ല. ഒരിക്കൽ മരണം. ആ മരണത്തിന്റെ അപ്പുറത്ത് പിന്നെ ന്യായവിധി. ഈ മരണം കഴിഞ്ഞ ഉടനെ ന്യായവിധിയാണോ? ഒരിക്കലുമല്ല. മരണത്തിനും ന്യായവിധിക്കും ഇടയിൽ കൃത്യമായ ഒരു സമയക്രമമുണ്ട്. അപ്പം മരിച്ചവരെങ്ങോട്ട് പോകും? ക്രിസ്തുവിൽ ഉള്ളവനാണെങ്കിൽ മരിച്ചാൽ മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ താഴോട്ട് പോകും. താഴെ എവിടെ? ധനവാൻ എവിടെ ആയിരുന്നു? അവിടെ. ബൈബിൾ അതിനെ യാതനാ സ്ഥലം എന്നാണ് വിളിക്കുന്നത്. യാതനാ സ്ഥലം. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നോക്കി, ഈ ധനവാൻ ഈ വെള്ളം ചോദിച്ചോണ്ട് എത്ര കാലമായിട്ട് ഇങ്ങനെ കിടക്കുവാന്നേ. ചുമ്മാ ഞാൻ കൂട്ടി റോണി പാസ്റ്ററെ, ഒരു 2000 വർഷത്തെ ഒരു കണക്ക് വെച്ച് ചുമ്മാ കൂട്ടിയതാ. 2000 വർഷമായിട്ട് യേശു പറഞ്ഞ സ്റ്റോറിയാണല്ലോ. അപ്പോൾ 2000 വർഷത്തെ ഒരു കണക്ക് ചുമ്മാ കൂട്ടിയതാ അറിയാൻ വേണ്ടി. ഒരു 365. കോട്ടയത്തൊക്കെ ഒരു വർഷത്തിന് 365. മുനിയറ എങ്ങനെയാണോ? അവിടെ അങ്ങനെയാണ്. അപ്പോൾ ഒരു 365 ദിവസമുള്ള 2000 വർഷം ഞാൻ ചുമ്മാ കൂട്ടിയപ്പോൾ 2000 കൂടെ 365 സമം 7,30,000 ദിവസം. ഈ പുള്ളി 7,30,000 ദിവസമായിട്ട് വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തിനാപ്പാ ഇതിനകത്തൊക്കെ പോയി കിടക്കുന്നേ? ഈ തിരുവനന്തപുരംകാരൻ ഒരു വിക്ടർ പാസ്റ്റർ ഉണ്ട്. അതേ എഴുതിയൊരു പാട്ടുണ്ട്, നരകവാസം എങ്ങനെയോ ഞാനത് അറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരോ. ഞങ്ങൾ ഈ പ്രസംഗിക്കുമ്പോഴൊന്നും പല പുള്ളികൾക്കും മനസ്സിലാകത്തില്ല ഇതൊക്കെ ഇത്ര ഭയങ്കരമാണ്. ചെന്നപ്പോഴാണ് മനസ്സിലായി ഇത് ഇത്ര ഭയങ്കരമാണോ, എന്തിനാണ് അതിനകത്ത് പോയി കിടക്കുന്നത്. സ്തോത്രം. അപ്പൊ യാതനാ സ്ഥലം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അത് എത്ര വർഷമാണെന്ന് ഞാൻ വേണേൽ പറഞ്ഞുതരാം. എത്ര വർഷമായിരിക്കുന്നു? അതായത് മരണം മുതൽ വെള്ളസിംഹാസന ന്യായവിധി എന്നാണോ അന്ന് വരെ. സ്തോത്രം. ഇന്ന് കർത്താവിന്റെ വരവാണെങ്കിൽ വെള്ളസിംഹാസന ന്യായവിധിക്ക് 1007 വർഷത്തെ ഇടവേളയുണ്ട്. 7 വർഷം സഭ കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ, 1000 ആണ്ട് വാഴ്ച. അപ്പോൾ 1000 + 7 = 1007. ഇത് കഴിയുമ്പോഴാണ് അവസാനത്തെ യുദ്ധം. ഇത് കഴിഞ്ഞിട്ടാണ് വെള്ളസിംഹാസന ന്യായവിധി. അപ്പൊ കുറഞ്ഞത് ഇന്ന് മരിക്കുകയും ഇന്ന് കർത്താവ് വരികയും ചെയ്താൽ 1007 വർഷം. പിന്നെ അതിൽ കൂടുതൽ അറിയണമെങ്കിൽ കർത്താവിന്റെ വരവിന് എന്തുമാത്രം താമസം ഉണ്ടാകുന്നോ
അത്രയും കൂടെ ആഡ് ചെയ്താൽ മതി. ഇത്രയും കാലങ്ങൾ അവിടെ പോയി കിടക്കേണ്ടി വരും. ശംഭു തിന്നില്ലേ ചേട്ടാ, തിന്നില്ലെന്നേ ഉള്ളൂ. കട്ടൻ ബീഡി അടിച്ചില്ലെങ്കിൽ അടിച്ചില്ലെന്നേ ഉള്ളൂ. ബിയറും മദ്യവും കുടിച്ചില്ലെങ്കിൽ കുടിച്ചില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ചാകാനൊന്നും പോകുന്നില്ല. ഞങ്ങളൊന്നും ചാകുന്നില്ലല്ലോ. ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ? അപ്പം മദ്യമില്ലെങ്കിലും ജീവിക്കാം, ശംഭു ഇല്ലെങ്കിലും ജീവിക്കാം. ശംഭു എന്ന് പറയത്തില്ല ഇവിടെ? അറിയത്തില്ല. പാക്ക് തമ്പാക്ക് ഇതൊന്നും ഇല്ലാതെ ഇവിടെ ജീവിക്കാം. ഞങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടെന്നേ. ഈ ഒച്ചൻ്റെ ആ തിരുമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇതില്ലെങ്കിലും ജീവിക്കാം. എന്തിനാച്ചാ ഇതൊക്കെ വാരിത്തിന്ന് നരകത്തിൽ പോകുന്നേ? അപ്പൊ ആരെങ്കിലും ചോദിക്കും, മദ്യപിക്കുന്നത് കൊണ്ടും തമ്പാക്കടിക്കുന്നത് കൊണ്ടും കാട്ടം ബീഡി വലിക്കുന്നത് കൊണ്ടും ഒക്കെയാണോ? അല്ലെന്നേ, ബാക്കി എല്ലാ പരിപാടിയും ഉണ്ട്. ബൈബിളീകമല്ലാത്ത, ബൈബിൾ സപ്പോർട്ട് ചെയ്യാത്ത സകല സ്വഭാവത്തിന്റെ ഉടമകൾ അവിടെ കാണും. പോകരുത്, കൃപയിൽ നിൽക്കണം. രാമൻ പറഞ്ഞാട്ട്. എന്റെ പ്രിയരെ, കൃപയുടെ ജീവിതം അത് ഭാഗ്യമാണ്. അങ്ങനെ മരിക്കുന്നവർ പോലും ഭാഗ്യമാണ്. ജി മേജർ സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചോണേ. സ്തോത്രം. പാടാൻ പോവാ. അവിടെ ഇരിക്കണേ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടും. ഹല്ലേലൂയ. കൃപയുടെ ജീവിതം ഭാഗ്യമാണ്. കൃപയിൽ മരിക്കുന്നത് പോലും ഭാഗ്യമാണ്. വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട്. ഭാഗ്യമാണെൻ മരണം, പ്രാപിക്കും രൂപാന്തരം. ഭാഗ്യമാണ് മരണമെന്ന് പറഞ്ഞ് മരിക്കുന്നവർ. അവരാ കൃപയിലുള്ളവർ. രാമൻ പറഞ്ഞു. ഞാനത് പറയാം. ഈ ഇടയാറന്മുളക്കാരനൊരു പാട്ടെഴുത്തുകാരൻ ഉപദേശി ഉണ്ടായിരുന്നു, സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. ഈ കർത്തൃദാസൻ മരിക്കാൻ പോവാ. ഇന്നത്തെ കാലത്ത് മരിക്കുമ്പോ എവിടെയും NICU-ലും ICU-ലും ഒക്കെ കൊണ്ടുവന്നിടും. മക്കൾക്കും കാണാൻ പറ്റത്തില്ല, ഭാര്യയ്ക്കും കാണാൻ പറ്റത്തില്ല. മരിച്ചു കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞ ബോഡി നിരത്തുള്ളൂ. സ്വതന്ത്രം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അപ്പം മരിക്കാറാകുമ്പോഴത്തേന് മക്കളെല്ലാം വീട്ടിൽ വരും, കട്ടിന്റെ ചുറ്റും കൂടി എന്നങ്ങ് പാടുക. എങ്ങനെയാ? ഈ അടുത്ത സമയത്ത് അങ്ങനെ മരിച്ചൊരു ദേവദാസനുണ്ട്, പാസ്റ്റർ M. ജോൺസൺ. അദ്ദേഹം മരിക്കുന്നതിന്റെ മുൻപ് മക്കളും ദൈവദാസന്മാരും എല്ലാം ആ മുറിയിൽ കൂടി നിൽക്കുക. പ്രത്യാശയുടെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ പാസ്റ്റർ M. ജോൺസൺ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ എത്ര ദൈവദാസന്മാർ മരിക്കുന്നുണ്ട്. ഈ കർത്തൃദാസൻ മരിക്കാൻ തുടങ്ങുക. മക്കൾ പ്രത്യാശയുടെ ഗാനം പാടുമ്പോൾ ഈ അപ്പൻ കരമുയർത്തി മക്കളുടെ പാട്ട് നിർത്തി. എന്നിട്ട് അദ്ദേഹം പാടുക, വൈണികന്മാരുടെ ഇമ്പനാദം കേൾക്കുന്നു ഞാൻ അക്കരെ. വൈണികന്മാരുടെ ഇമ്പനാദം കേൾക്കുന്നു ഞാൻ അക്കരെ. കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. യോർദാനക്കരെ കാണുന്നേ വാഗ്ദത്ത ദേശം ശോഭയാൽ. യോർദാനക്കരെ കാണുന്നേ വാഗ്ദത്ത ദേശം ശോഭയാൽ. ഓ ശോഭയാൽ വാഗ്ദത്ത ദേശം ശോഭയാൽ. ഓ ശോഭയാൽ വാഗ്ദത്ത ദേശം. സ്വർഗത്തിലെ വൈണികന്മാരുടെ ഇമ്പനാദം കേട്ടുകൊണ്ട് മരിക്കുന്ന പോലെ അവിടെ ഒന്നും വൈണികന്മാരുടെ ഇമ്പനാദം കേട്ടുകൊണ്ട് മരിക്കുന്ന കർത്തൃദാസൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഈ മേജർ പാസ്റ്റർ OM രാജുക്കുട്ടി പാസ്റ്റർ എഴുതിയ ഒരു പാട്ടുണ്ട്, സുന്ദരമായ പാട്ട്. കൺകൾ കാണാമറുകര ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണ
അവസരപ്പളികള കണ്ണഞ്ചിക്കുന്ന വിധികൾ എൻ സ്വന്തമായി തീരുമ്പോ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണകളിൽ പാടും ഞാൻ. ഇങ്ങനെ മരിക്കുന്നത് ഭക്തൻ. കൺകൾ കാണാ മറുകര ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ. മരണം നമ്മളെ പേടിപ്പിക്കുന്നതല്ല, മരണം ഭാഗ്യമാണ്. ഹല്ലേലൂയ. കായംകുളത്തുകാരനൊരു TPM അച്ചായൻ ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ അനിയൻ TPM പാസ്റ്ററാണ്. കൊട്ടാരക്കര വാളകത്താണ് അദ്ദേഹം മിനിസ്ട്രി ചെയ്യുന്നത്. ഈ കായംകുളത്തെ അച്ചായൻ രോഗാതുരനായി മരിക്കാൻ തുടങ്ങിയാണ്. അന്നത്തെ കാലം 1970 ഫോണൊന്നും സജീവമല്ലാത്ത കാലം. ഈ കായംകുളത്ത് വന്ന ഒരു ഫോൺ കൊട്ടാരക്കര TPM ഫെയ്ത്ത് ഹോമിൽ ചെന്ന് അവിടുന്ന് ഒരാൾ സൈക്കിൾ ചവിട്ടി വാളകത്തി എന്ന് പറഞ്ഞു, ചേട്ടൻ മരിക്കാറായി, പെട്ടെന്ന് ചെല്ലണം. കിട്ടിയ വണ്ടിക്കൊക്കെ കയറി കായംകുളത്ത് എന്നപ്പോൾ വീതിയുള്ള കട്ടിലിന്റെ ഓരത്ത് ഈ അച്ചായൻ കിടക്കുക. ഈ അച്ചായനോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ടി TPM പാസ്റ്റർ കുനിഞ്ഞ് അച്ഛൻ്റെ ചെവി ചോദിച്ചു, അച്ഛാ കട്ടിലിന്റെ സൈഡിലല്ലേ കിടക്കുന്നത്, ഞാന് അച്ഛനെ നടുക്കോട്ടൊന്ന് മാറ്റി കിടത്തട്ടെ എന്ന് ചോദിച്ചപ്പോ ഈ മരിക്കാൻ കിടക്കുന്ന അച്ഛൻ പറയുക, കുഞ്ഞുഞ്ഞേ ഒരു ശുശ്രൂഷകനായിട്ട് നിനക്ക് കാണാമേലേ, എന്നെ കൊണ്ടുപോകാൻ വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ വരുന്നത് നീ കണ്ടോ? അവർക്കിരിക്കാൻ ഈ കട്ടിലല്ലാതെ വേറെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മാറിക്കിടക്കാം, അവർ ഇവിടെ ഇരിക്കട്ടെ. ഇവർക്ക് വല്ല നിരാശ ഉണ്ടാകുമോ? മരിക്കാൻ നേരത്ത് വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ വരുന്നെന്ന് കൊണ്ടുപോകാൻ. ഇത് കേട്ടപ്പോഴാണ് TPM പാസ്റ്ററുടെ അകത്ത് നമ്മൾ പ്രത്യാശയോടെ പാടുന്ന പാട്ടുണ്ടായത്. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഒന്ന് പാടിക്ക. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഈ ദൈവഭക്തനെ സംബന്ധിച്ച് മരണം ഭയമാണ്. ഇതാണോ മരണം? ഇങ്ങനെ പറഞ്ഞല്ലേ അവർ മരണത്തിലേക്ക് പോകുന്നത്. അവർ യാതനാ സ്ഥലത്തേക്കല്ല പോകുന്നത്, അവര് അങ്ങ് കർത്താവിങ്കിലേക്ക്. നാം മരിച്ച നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ, നാം മരിച്ച നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അങ്ങോട്ടങ്ങ് ചെല്ലുക. ഗ്ലോറി. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഭക്തനായിട്ട് ജീവിച്ചോണം കേട്ടോ. എന്നോടൊപ്പം ഉണ്ടെങ്കിലോ രാമയം പറ. പറ്റുമെങ്കില്ല 2 കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കരം ഉയർത്തിപ്പിടിക്കാൻ മടിക്കണ്ട. പുരുഷന്മാരെല്ലായിടവും കോപവും വാഗ്വാദം വിട്ട് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്ക് എത്ര കാലം ഉണ്ടെന്ന് അറിയത്തില്ല, എത്ര കാലം ഉണ്ടെങ്കിലും ഭക്തനായി ജീവിക്കുവാൻ എനിക്ക് കൃപ തരും. ജഡീകത്വങ്ങളും അനാത്മീകത്വങ്ങളും ദൈവവചനത്തിന് വൈരുദ്ധ്യമായ യാത്രകളുമല്ല, കൃപയിൽ നിൽക്കാനുള്ള ആത്മശക്തി എനിക്ക് ഇന്ന് രാത്രി തരണം. പ്രാർത്ഥിക്കേ. ചില ജഡീക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പൊളിയട്ടെ. ചില പൈശാചിക പദ്ധതികൾ ഇന്ന് രാത്രി തകർന്നു മാറട്ടെ. ജനം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങട്ടെ. രാധമ സഗതമന രഗതമന ഹാന്ദൽ ജന സഗതമന. ഒരിക്കൽ മരണമുണ്ട്, ഒരിക്കൽ മരണമുണ്ട്. സകല മനുഷ്യരും ഒരിക്കൽ മരിക്കും. മരണത്തിനപ്പുറത്തൊരു അവസ്ഥയുണ്ട്. ഒന്നുകിൽ രക്ഷിക്കപ്പെടാത്തവനാണെങ്കിൽ യാതനാ സ്ഥലം, രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ. ഇതിനപ്പുറത്തൊരു ന്യായവിധിയുണ്ട്. കൃത്യമായ ഇടവേളയ്ക്കപ്പുറത്ത്
ഒരു ന്യായവിധി. അത് പറയുന്ന വചനമാണ് യോഹന്നാൻ 5:28. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യമാണ് കേട്ടോ. മരണത്തിനപ്പുറത്ത് കല്ലറകളിലുള്ള എല്ലാവരും ഒരിക്കൽ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ദൈവപുത്രന്റെ ശബ്ദം NN റേഡിയോസ്. ഇത്രയും ശബ്ദം ഒന്നും കൊണ്ടുവച്ചാൽ മരിച്ച ആരും കേൾക്കത്തില്ല. ഇനി അതല്ല, അവരുടെ ഗോഡൌണിലുള്ള മുഴുവൻ സിസ്റ്റം കൂടി ഇവിടെ ഇറക്കി വെച്ചാലും മരിച്ചവർ ഈ ശബ്ദം കേൾക്കത്തില്ല. പക്ഷെ ദൈവപുത്രന്റെ ശബ്ദം, അതേതാ പാസ്റ്റർ? ദൈവപുത്രന്റെ ശബ്ദം എല്ലാവർക്കും പരിചയമുള്ള വാക്യം ഉച്ചത്തിൽ പറ. കർത്താവ് തൻ പ്രധാന ദൂതന്റെ ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ, അതാ ദൈവപുത്രന്റെ ശബ്ദം. ഈ കർത്താവതൻ ഗംഭീരനാദം എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, കർത്താവതൻ ഗംഭീരനാദം, അതിന് ഗ്രീക്കിൽ കെലുസ്മ എന്ന് പറയുന്നത്. കെലുസ്മ ആജ്ഞാശബ്ദം, ഉയർപ്പിനായിട്ടുള്ള വിളി എന്നൊക്കെ നമുക്കതിന് അർത്ഥം കൊടുത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കല്ലറകളുടെ മേലുള്ള കർത്താവിന്റെ അധികാരമാണ് ഈ കെലുസ്മ, കർത്താവതൻ ഗംഭീരനാദം. ഇത് പുറപ്പെട്ടാൽ കല്ലറകളിലുള്ള എല്ലാവരും അത് കേൾക്കും. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, പാസ്റ്ററെ ദ്രവിച്ചു പോയ പുള്ളി എങ്ങനെ ഇത് കേൾക്കുന്നത്? ദ്രവിച്ചവർ കേട്ടല്ലോ. ലാസറിന്റെ കല്ലറക്കൽ യേശു വന്നപ്പോൾ 4-ാം ദിവസം ഒരു ശരീരം ദ്രവിച്ചു പോകാൻ 3 ദിവസം മതി കേട്ടോ. ഞാനങ്ങനെ പറയുമ്പോൾ ഇന്റേണൽ ഓർഗൻസ് എല്ലാം മെൽറ്റ് ആകാൻ 3 ദിവസം മതി. തലച്ചോറ്, കണ്ണ്, ആന്തരിക, നമ്മുടെ ഈ വോക്കൽ കോഡ് എന്നൊക്കെ പറയുന്നത് കഞ്ഞിപ്പാട പോലെയുള്ള ഒരു സാധനം, ഇടത്തും വലത്തും 2 എണ്ണം ഇരിക്കുകയാണ്. ഇതിങ്ങനെ പ്രകമ്പനം കൊള്ളുമ്പോഴേ ഈ ശബ്ദം ഉണ്ടാകുന്നത്. ഇത് ദ്രവിക്കാൻ 3 ദിവസം മതി. ലാസറിന്റെ കല്ലറക്കൽ യേശു വന്നത് 4-ാം ദിവസം. നാറ്റം വെച്ചു തുടങ്ങി എന്നാ പറയുന്നത്, നാറ്റം അടിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചെന്നിട്ട് കർത്താവ് വിളിക്കുക, ലാസറേ പുറത്തു വരിക. ദ്രവത്വം തുടങ്ങിയവൻ ദേ പുറത്തു വരുന്നു. വേറെ തെളിവുണ്ട്. ഈ മത്തായി 27:51 യേശു ഉറക്കം നിലവിളിച്ചു, പ്രാണനെ വിട്ടു. അപ്പോ മന്ദിരത്തിന്റെ തിരശീല മുകൾ തൊട്ട് അടിയോളം 2ആയി ചിന്തി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. അടുത്ത വാക്ക്, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തു. എത്ര വർഷത്തിന് മുമ്പ് മരിച്ചതാ അറിയില്ല. 5 10 അറിയില്ല, 100 അറിയില്ല. എന്നോ മരിച്ചതാ, എന്നോ അടക്കം ചെയ്യപ്പെട്ടതാ. ആ വിശുദ്ധന്മാർ, എനിക്ക് തോന്നാറുണ്ട് ഭയങ്കര സെലക്ഷനാ. എല്ലാവരും അല്ല, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും, എല്ലാമല്ല പലതും, പലർ. അങ്ങനെയുണ്ട്. കർത്താവിന്റെ സെലക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് കിട്ടിയെന്ന് തോന്നുന്നു. കർത്താവിന് സെലക്ഷൻ ഉണ്ട്. യാക്കോബിന്റെ വീട്ടിലെ 12 ആൺമക്കളിൽ എല്ലാവരുടെ മേലും സെലക്ഷൻ ഇല്ല, ഒരുത്തന്റെ മേലേ ഉള്ളൂ. ഇശായിയുടെ വീട്ടിൽ 8 ആൺമക്കൾ ഉള്ളതിൽ എല്ലാവരുടെ മേലും സെലക്ഷൻ ഇല്ല, ഒരുത്തന്റെ മേലേ ഉള്ളൂ. യേശു ക്രിസ്തുവിന് 12 അപ്പോസ്തലന്മാരുണ്ടെങ്കിലും മറുരൂപ വരെ പോകാൻ സെലക്ഷൻ 3 പേർക്കേ ഉള്ളൂ. കർത്താവിന്റെ സെലക്ഷനിൽ വിശ്വസിക്കുന്നവരുണ്ടോ? ഹൈറേഞ്ചിന്റെ മണ്ണിൽ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുന്നതിൽ ആ സെലക്ഷൻ നിങ്ങളുടെ മേൽ വീഴുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പ്രവാചക സെലക്ഷൻ, ഒരു അപ്പോസ്തോലിക സെലക്ഷൻ, ഒരു അഭിഷേകത്തിന്റെ സെലക്ഷൻ. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചോ. എന്റെ കുടുംബക്കാർ ചിന്തിക്കാത്ത, എന്റെ നാട്ടുകാർ ചിന്തിക്കാത്ത, എന്റെ വീട്ടുകാർ ചിന്തിക്കാത്ത സെലക്ഷൻ എന്റെ ദൈവമേ എന്റെ മേൽ അങ്ങ് നീടണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോ. കഴിവുകൊണ്ടാണോ പലരും ഉപയോഗിക്കപ്പെടുന്നത്? കഴിവുകൊണ്ടല്ല, സെലക്ഷനാ. നിങ്ങളുടെ മേലൊരു സെലക്ഷൻ വീണാൽ മതി കേട്ടോ.
പലർക്കും ചിന്തിക്കാൻ കഴിയാത്ത മേഖലയിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തും. എനിക്കറിയത്തില്ല എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന്. അഭിഷക്തനെ ഇന്ന് രാത്രി കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായി നിങ്ങൾ മിനിസ്ട്രി ചെയ്യുന്ന ആളാണെങ്കിലും സെലക്ഷൻ എന്ന ദൂത് നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ എന്റെ മേലൊരു സെലക്ഷൻ. ഞാനത് പറയും, എന്റെ മനസ്സിൽ വരുന്ന ഒരു പാട്ടുണ്ട്, പോകല്ലേ കടന്നെ പ്രിയ യേശുവേ, മറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കു എന്നെയും. ഇന്ന് രാത്രി ഈ മുറ്റത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ഈ ജനത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മേൽ മാത്രമായി ദൈവത്തിന്റെ ദൃഷ്ടി പതിയുമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? യെരൂശലേമിൽ ആലയത്തിനകത്ത് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനകത്തൊരു വൃദ്ധന്റെ മേൽ ഒരു സെലക്ഷൻ വീണു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണാതെ മരണം വരത്തില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ചിലർ ചില പ്രത്യേക ദൈവിക പദ്ധതികൾക്കായി ദൈവം നിയോഗിച്ചു മാറ്റി നിർത്തുന്ന, തന്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുവാൻ ആരംഭിക്കുന്ന ചില ദൈവ മനുഷ്യർ. രാത്രി പറയും, എന്റെ മേലൊരു സെലക്ഷൻ വീഴണം. എനിക്കറിയാം, ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ കണ്ണുകൾ നിറയുന്നത് പോലെ, ചിലരുടെ അതരം വിതുമ്പുന്നത് പോലെ ഈ രാത്രി ഉച്ചത്തിൽ പ്രാർത്ഥിക്ക്, നിന്റെ മേലൊരു സെലക്ഷൻ വീഴാൻ പോകുകയാണ്. ചിലപ്പോ 70 കഴിഞ്ഞ് അച്ചായൻ ചിന്തിക്കുക, എന്റെ മേൽ എന്നാ സെലക്ഷൻ അച്ഛാ? ചുമ്മാ പ്രാർത്ഥിച്ചാ മതി. വീട്ടിൽ നടക്കുന്ന 1-ാം തലമുറയോ 2-ാം തലമുറയോ കർത്താവ് അതിന്റെ നീതിയുടെ ഭാഗമാക്കി മാറ്റി നിർത്തും. ഞാനത് അനുഭവിച്ചയാളാ കേട്ടോ. എൻ്റെ വല്യപ്പച്ചൻ്റെ അമ്മച്ചിയാണ് രക്ഷിക്കപ്പെടുന്നത്. ഞാൻ 4-ാം തലമുറ പെന്തക്കോസ്തുകാരനാണ്. വല്യപ്പച്ചൻ്റെ അമ്മച്ചി, ഈ അമ്മച്ചി നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ആളാണ്. ഇന്നും നാട്ടുകാർ പറയും പുത്തൻപീടിയിലെ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയായിരുന്നു. എനിക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി മരിച്ചത്. ഞാൻ ഇപ്പോഴും കരുതുന്നു എൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ദൈവിക കരുതൽ ഞാൻ തിരിച്ചറിവിലേക്ക് വരുന്നതിന് മുൻപേ നിത്യതയിൽ ചേർക്കപ്പെട്ട ഒരമ്മയുടെ കണ്ണുനീരാണ്. ആരെങ്കിലും ചോദിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പിന്നെ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തച്ചാ. പക്ഷേ എബ്രായ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം ദശാംശം വാങ്ങുന്ന ലേവിയോടൊപ്പം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. അവിടെ എഴുതിയിരിക്കുക, അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. അപ്പൻ കൊടുത്ത ടൈത്ത് 4-ാം തലമുറയുടെ വിടുതലായി മാറുന്നത് കണ്ടോ? ഇതുപോലെ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ മുൻപിൽ നിങ്ങളുടെ അതരം വിതുമ്പുമ്പോൾ, നിങ്ങളുടെ കണ്ണ് നിറയുമ്പോൾ, നിങ്ങളുടെ ഹൃദയം പിടയ്ക്കുമ്പോൾ, കർത്താവേന്ന് നിങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ, ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, അതിന്റെ മേൽ ചലിക്കുന്ന ദൈവനീതി ഉണ്ടല്ലോ. ഫിനി പാസ്റ്ററെ, ഈ ചില ശുശ്രൂഷ വേദികളുടെ മുന്നിൽ ആളുകളെ മുന്നോട്ട് പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ ചെന്ന് അലറി കരഞ്ഞിട്ടുണ്ട്, ദൈവം എന്നെ ഇതുപോലെ ഉപയോഗിക്കണമെന്ന്. അറിയില്ല കേട്ടോ, ഇത് ഉപയോഗിക്കപ്പെടുമോ എനിക്കറിയില്ല. ഞാൻ ഈ സെമിനാരി പഠിച്ച സമയം എനിക്കറിയില്ല എൻ്റെ മിനിസ്ട്രി എങ്ങോട്ട് പോകുമെന്ന്. ചിലർ തടി വെട്ടുന്നത് പോലെ ഇടത്തോട്ട് വീഴുമോ വലത്തോട്ട് വീഴുമോ എന്നറിയില്ല. ഇതുപോലായിരുന്നു ഞാൻ. ഇതെന്താകും? പക്ഷേ ദൈവസാന്നിധ്യം ചലിച്ചാൽ ഞാൻ നിലവിളിക്കും. ഇന്നും നിലവിളിക്കും, കർത്താവ് എന്നെ ഒന്ന് ഉപയോഗിക്കണേ, ഈ ദൈവ മനുഷ്യനെ പോലെ എന്നെ ഒന്ന് ഉപയോഗിക്കണേ. അലറിക്കരഞ്ഞിട്ടുണ്ട് ഞാൻ പലയിടങ്ങളിലും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ആർക്കും കടക്കാരനല്ല. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ
നിയോഗത്തിൽ ഞാൻ പറയട്ടെ, എന്റെ കർത്താവ് കടക്കാരനല്ല. ഈ രാത്രി നിന്റെ മേൽ ഒരു സെലക്ഷന്റെ പുതപ്പ്. അന്യഭാഷ പറഞ്ഞു ഒന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ആരാധിച്ചു. അന്യഭാഷ പറഞ്ഞു ഒന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആരാധിച്ചോ. ഇന്ന് രാത്രി നിന്റെ മേലെ ഒരു സെലക്ഷൻ. നിന്റെ കുടുംബത്തിൽ വേറെ ആരും കാണാത്ത, നിന്റെ നാട്ടിൽ വേറെ ആരും കാണാത്ത, നിന്റെ സുഹൃത്തുക്കളിൽ വേറെ ആരും കാണാത്ത, നിന്റെ സഹപാഠികളിൽ വേറെ ആരും കാണാത്ത ഒരു സെലക്ഷൻ ഇന്ന് രാത്രി എന്റെ കർത്താവ് നിന്റെ മേൽ അയക്കും എന്ന് പറഞ്ഞാൽ ഈ രാത്രി ആമേൻ പറഞ്ഞ് ആ ദൂതിന്റെ മുൻപിൽ ഒന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുക. സെലക്ഷൻ. നീ നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടതയെ ദ്വേഷിക്കുക. എന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ആ വചനത്തെ അങ്ങനെ ഒന്ന് വിശ്വസിക്കുക. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്തിന്റെ ഒരഭിഷേകം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ സഹപാഠികളെക്കാൾ, നിന്റെ സഹപ്രവർത്തകരെക്കാൾ ആനന്ദ തൈലത്തിന്റെ ഒരഭിഷേകം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഉച്ചത്തിൽ നിന്നും പ്രാർത്ഥന, ഉച്ചത്തിൽ പ്രാർത്ഥന. വേദിയിലേക്ക് നോക്കണ്ട, ഇടത്തും വലത്തും ഇരിക്കുന്നവരിലേക്ക് നോക്കണ്ട. കരയണമെങ്കിൽ കരയണം, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കണം. കർത്താവിനോട് പറ, എൻ്റെ കർത്താവേ, ഒത്തിരി നാളായി ഒരു ചലനത്തിന് വേണ്ടി ഞാൻ കൊതിക്കുക, ഒത്തിരി നാളായി ഒരു മാറ്റത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. നീണ്ട കാലഘട്ടങ്ങൾ ഞാൻ ചിന്തിച്ചു, എന്താ ഒരു മാറ്റം ഉണ്ടാകത്തേന്ന്. ഇന്ന് രാത്രി എന്റെ മേല സെലക്ഷൻ. ഏലിയാവിന്റെ മേൽ കിടന്ന പുതപ്പ് അത് എലീശയുടെ മേൽ വീഴുന്നത് പോലെ ഇന്ന് രാത്രി ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പിന്റെ ഒരു കൈമാറ്റം ഈ രാത്രി ചലിക്കട്ടെ. ഇനി നിന്റെ പുറകിലല്ല നിർത്താൻ പോകുന്നത് കേട്ടോ. കാലഘട്ടങ്ങളായി നീ പലരുടെ നിഴലിലായിരുന്നു. ഇനി നിന്റെ പുറകിലല്ല, നിന്നെ ഓടിച്ചു മുൻപിൽ കയറ്റുന്ന ദിവസങ്ങൾ. എനിക്കറിയാം ഇതൊരു പ്രൊഫറ്റിക് വേർഡായിട്ട് പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുക. മുൻപന്മാർ പലരും പിൻപന്മാരും, പിൻപന്മാർ പലരും മുൻപന്മാരും. കർത്താവിനോട് പറ, കർത്താവിനോട് പറ, ഇനി എനിക്ക് പിന്നിൽ നിൽക്കേണ്ട കർത്താവേ. കഴിഞ്ഞ വർഷങ്ങൾ, കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ചിലരുടെ വിരൽ തുമ്പിൽ പിടിച്ച് ഞാൻ പുറകെ നിൽക്കുകയായിരുന്നു. ഇനി എനിക്ക് പുറകിൽ നിൽക്കണ്ട. ഇന്ന് രാത്രി മുന്നിൽ നിൽക്കുന്നവരെ നോയിനി. എനിക്കറിയാം ഇന്ന് രാത്രി ഈ ടെന്റിൽ അസാധാരണ ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുക. ചിലരെ അടിമുടി ചേഞ്ച് ചെയ്യുന്ന, ചിലരോട് നിയോഗത്തിന്റെ ദൈവശബ്ദം പോലെ, പ്രവചന ശബ്ദങ്ങൾ പോലെ വാക്കുകൾ പുറപ്പെടുന്ന അതിശക്തിയേറിയ ഒരു ഇടപെടൽ ഈ രാത്രി നടക്കുന്നു. ചിലരുടെ മേൽ അസാധാരണ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ് ഈ രാത്രി. അങ്ങനെ കർത്താവ് തൊടുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ മൗനമാകരുത്, ആത്മാവിൽ പ്രതികരിച്ചോണം. അന്യഭാഷയിൽ ആരാധിക്കുവാൻ കൃപയുള്ളവർ ഇന്ന് രാത്രി അന്യഭാഷയിൽ ആരാധിച്ചോ. ഒത്തിരി നാളായില്ലേ കുത്തുവാക്കുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. നന്നാകില്ലെന്നും, നീ പ്രയോജനപ്പെടത്തില്ലെന്നും, നിന്നെ ഉപയോഗിക്കത്തില്ലെന്നും, നിന്റെ വീടൊരു ശപിക്കപ്പെട്ട വീടാണെന്നും, നിന്റെ വീടിനകത്തു നിന്ന് നിനക്കൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്നും
നിന്റെ കാതുകൾക്ക് പലരും പറഞ്ഞിട്ടില്ലേ? ഇന്ന് രാത്രി ആ വാക്കുകളെ ദൈവത്തിന്റെ ആത്മാവ് തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ നിയോഗത്തിന്റെ ദൈവശബ്ദം പുറപ്പെടുമ്പോ ഈ രാത്രി ആത്മ നിറവിൽ അതിനെ ഏറ്റെടുത്തിട്ട് നിയോഗത്തിൽ ഒന്ന് ആരാധിച്ചോ. ഇന്ന് രാത്രി നിന്റെ മേലെ പകർച്ച വീഴുന്നു. സെലക്ഷൻ കല്ലറകളിലുള്ള എല്ലാവരും അല്ല ഉയർത്തത്, പലരും ഉയർത്തു. എവിടൊക്കെയോ ദൈവം കണക്കിട്ട നീതി, എവിടൊക്കെയോ ദൈവം കണക്കിട്ട നീതി. അഭിഷക്തനെ, നിങ്ങളുടെ ആത്മഭാരം ദൈവം കണക്കിടാതിരിക്കുവോ? വചനത്തോടുള്ള നിങ്ങളുടെ തീഷ്ണത ദൈവം കണക്കിടാതിരിക്കുവോ? സഭയെക്കുറിച്ചുള്ള വിശ്വസ്തത ദൈവം കണക്കിടാതിരിക്കുവോ? ആമേൻ. ഇടങ്കയും വലങ്കയും അറിയാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവം കണക്കിടാതിരിക്കുവോ? ഇല്ലില്ല. ഇതെല്ലാം ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം അത് നീതിയായി കണക്കിടും. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർക്കും. ഇതെങ്കിലും ആശ്ചര്യപ്പെടരുത്. അതുകൊണ്ടാണ് പറയുന്നത്, കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. ഇവിടെ വായിക്കുക, അങ്ങനെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഒരിക്കൽ മരിക്കുന്നത് പോലെ ക്രിസ്തുവും ഒരിക്കൽ മരിച്ചു. ഇവിടെ അർപ്പിക്കപ്പെട്ടു എന്നാണ്. കേവല മരണമല്ല, അർപ്പിക്കപ്പെടുകയാണ്. യേശുവിന്റെ മരണം ആത്മഹത്യയല്ല, അവിടുത്തെ മരണം കൊലപാതകമല്ല, അർപ്പിക്കപ്പെടുകയാണ്. എന്തിന്? അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ. ഒന്നുകൂടെ, അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ. 2 Corinthians 5:21 വായിക്കുന്നുണ്ട്, പാപം അറിയാത്തവന് നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് നമുക്ക് വേണ്ടി പാപം ആക്കി. പാപം അറിയാത്തവൻ പാപമാക്കപ്പെട്ടു. മലയാളത്തെക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് അത് എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് ബൈബിളിലാണ്. ക്രൈസ്റ്റ് നെവർ സിൻഡ് ബട്ട് ഗോഡ് ട്രീറ്റഡ് ഹിം ആസ് എ സിന്നർ. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല, പക്ഷെ ദൈവം അവനെ പാപിയെ പോലെ ട്രീറ്റ് ചെയ്തു. ആരുടെ പാപം? നമ്മുടെ പാപം. അതുകൊണ്ട് യേശുവിന്റെ മരണത്തെ വികാരിയസ് ഡെത്ത് എന്ന് പറയുന്നത്, പകരമായിട്ടുള്ള മരണം, സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ആരാണ് മരിക്കേണ്ടത്? നമ്മളാണ് മരിക്കേണ്ടത്. നമ്മളായിരുന്നു പാപികൾ. നാം ചെയ്ത പാപത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തു അങ്ങനെ തന്നെ ഒരിക്കൽ മരണം. അതുപോലെ ക്രിസ്തുവും ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. അതാ അതിന്റെ കണക്ഷൻ. മനുഷ്യൻ ഒരിക്കലും മരിക്കുന്നത്, അതുപോലെ ക്രിസ്തുവും ഒരിക്കലായി. കൂടെ കൂടെ ക്രിസ്തു മരിക്കണ്ട കേട്ടോ. ആണ്ടോടാണ്ട് ക്രിസ്തു മരിക്കണ്ട. ആണ്ടോടാണ്ട് ക്രിസ്തു മരിക്കണ്ട. ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഈ യേശു ക്രിസ്തുവിന്റെ ഈ മരണമുണ്ടല്ലോ, അത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ആ സമ്പൂർണതയിൽ അത് കൃത്യമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം എന്തിനു വേണ്ടിയായിരുന്നോ അത് ആ മരണത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ കുരിശിലെ 7 മൊഴികളിൽ ഒരു മൊഴി എന്താണ്? സകലതും നിവർത്തിയായി. ഇറ്റ്സ് ഫിനിഷ്ഡ്. തെറ്റലസ്റ്റായി. സകലവും നിവർത്തിയായി. ഒന്നുകൂടെ പറഞ്ഞാൽ, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമായിരുന്നുവോ അതെല്ലാം അവിടുന്ന് പൂർത്തീകരിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരർപ്പണങ്ങളും വേണ്ട, ഒരു തർപ്പണങ്ങളും വേണ്ട, ഒരു തീർത്ഥയാത്രകളും വേണ്ട. പകരം ഈ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി.
ചില്ലിക്കാശ് മുടക്കില്ലാതെ ആ പാപം പരിഹരിക്കപ്പെടാൻ, ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. മതിന്ന്. നിങ്ങൾ ഏത് വിശ്വാസത്തിലുള്ള ആളാകട്ടെ, നിങ്ങൾ ഏത് ആരാധന രീതിയിലുള്ള ആളാകട്ടെ, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി യേശുവേ എന്നൊന്ന് ഉള്ളം തുറന്ന് വിളിച്ചാൽ മതി. കൃത്യമായി വിളിച്ചില്ലേ? യേശുവേ ദാവീദ് പുത്ര, അതുപോലൊന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ അവർ ഒറ്റ വിളിക്കകത്ത്, ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് രാത്രി നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. പാപത്തിന്റെ കഠോരത, അതിന്റെ കെടുതികൾ ഇന്ന് രാത്രി അവർ ഒറ്റ വിളിക്കകത്ത് പരിഹരിക്കപ്പെടുകയാണ്. അതിനുള്ളതെല്ലാം കർത്താവ് പൂർത്തീകരിച്ചു വെച്ചിരിക്കുകയാണ്. മുനിയറ കൺവെൻഷന് വന്നപ്പോൾ ഞാൻ മോണിറ്ററും കൊണ്ടല്ല വന്നത്, ഞാൻ സ്പീക്കറും കൊണ്ടല്ല വന്നത്, ഞാൻ സൗണ്ട് സിസ്റ്റവുമായിട്ടല്ല വന്നത്. ഞാൻ ഫ്രീ ആയിട്ട് കയറി വരികയായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ സകലതും ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനകത്ത് ഞാനങ്ങ് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, നമുക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. വിശ്വാസത്താൽ നമ്മൾ അതിന്റെ പാർട്ടായാൽ മതി. വിശ്വാസത്താൽ നമ്മൾ ആ രക്ഷയിലേക്ക് ഒന്ന് അടുത്ത് ചെന്നാൽ മതി. ആ രക്ഷയൊന്ന് അനുഭവിച്ചാൽ മാത്രം മതി. അത് വളരെ സിമ്പിളാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അധികാരം കൊടുത്ത് കൈക്കൊണ്ടാ മതി കേട്ടോ. കൈക്കൊണ്ടാ, സ്വീകരിച്ചാൽ മതി. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതി. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നൊന്ന് വിശ്വസിച്ചാൽ മതി. ഒറ്റ കാര്യത്തിൽ രക്ഷ വെളിപ്പെടുകയാണ്. ഇങ്ങനെ രക്ഷിക്കാൻ കഴിയുന്ന വേറെ ഒരുത്തനും ഉലക ചരിത്രത്തിൽ ഇല്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നത്, മറ്റൊരുത്തനിലും, ഉച്ചത്തിൽ പറ, എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും കൂടെ ചേർന്ന് പറഞ്ഞു, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ്, മറ്റൊരുത്തനിലും നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരൊറ്റ നാമം, യേശു. ആ നാമം ഉറക്കെ വിളിച്ച് ആരാണ്? യേശു. വിശ്വസിച്ചാൽ മാത്രം മതി കേട്ടോ, വിശ്വസിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് അവിടെ വായിക്കുന്നത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ശരിക്കും ആ വാക്യത്തെ നിർവചിച്ചാൽ, ഇന്നലകളിൽ ജീവിച്ചു മരിച്ചവരുടെ പാപത്തിന് ആ കുരിശുമരണം പരിഹാരമായിരുന്നു. ഇന്ന് ജീവിക്കുന്ന നമുക്കും ആ കുരിശുമരണം പരിഹാരമാണ്. ഇനിയും അവിടുത്തെ പ്രത്യക്ഷത വരെ ഈ മണ്ണിൽ ജീവിക്കുവാൻ പോകുന്ന സകല മനുഷ്യരുടെയും പാപത്തിനും ആ കുരിശിലെ മരണം പര്യാപ്തമാണ്. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. കമോൺ, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി. അവിടെ ആ രക്ഷ സാധ്യമാകും. അതാ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ആ അർപ്പിക്കപ്പെട്ട് കിടക്കുന്നവനിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. 9 കൂട്ടം കാര്യങ്ങൾ ആ കുരിശിൽ നമുക്ക് കാണാം. അതിലേതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൃപയുടെ പ്രദർശനമാണ് കുരിശിൽ കാണുന്നത്. ദൈവകൃപയുടെ പ്രദർശനം. ഞാൻ പാടുന്നില്ല, ഞാൻ പറയാം. എന്തോ ഒരു സ്നേഹമീ സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വന്നു. ആരെ ഓർത്ത്? സാധുവിനെ ഓർത്ത്. ആര് വന്നു? സാക്ഷാൽ ദൈവമായവൻ സ്വർഗസിംഹാസനം വിട്ട്, താതന്റെ മാർവിടം വിട്ട്, ദൂതന്മാരുടെ സേവ വിട്ട് ഇറങ്ങി വന്നു. ആരെ ഓർത്ത്? സാധുവെ ഓർത്ത്. വേറൊരു പാട്ടുണ്ടല്ലോ, ദൂരത്തിരുന്ന ഈ ദ്രോഹിയാം എന്നെ ചാരത്തണച്ചിടാൻ ഏറ്റു കഷ്ടം. കാരുണ്യ നായകൻ കാൽവറി ക്രൂശിൽ കാട്ടിയത് അൻപാണ്. കുരിശിൽ കാണാൻ കാഴ്ചയുണ്ട്. അതിലേറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ് കൃപ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ദൈവമേ, ദ്രോഹിയായ എന്നെ രക്ഷിക്കാൻ അങ്ങ് കുരിശിൽ മരിച്ചെന്നു. ഹല്ലേലൂയ. അങ്ങ് കുരിശിൽ മരിച്ചെന്നോ? ആ, അതിന്റെ പേരാ കൃപ. കൃപ. ഒരു ബന്ധവുമില്ലാത്ത വെറുദ്രോഹിയായ എന്നെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു. ഹല്ലേലൂയ. അതാ കൃപ. അതുകൊണ്ടല്ലേ എഫേസ്യ ലേഖനം 2:5 പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. കൃപ എന്ന് പറഞ്ഞാൽ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. കൃപ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രവൃത്തി വേണ്ട, പ്രവൃത്തിക്ക് അവിടെ പ്രസക്തിയില്ല. കൃപ എന്ന് പറഞ്ഞാൽ പിന്നെ കഴിവ് വിഷയമല്ല, കഴിവിന് അവിടെ പ്രസക്തിയില്ല. കൃപ. എല്ലാവരും ഒന്ന് പറഞ്ഞു കൃപ ഒന്നുകൂടെ പറ. ബൈബിളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള വാക്ക് ഏതാണെന്നറിയോ? കൃപ. ഇന്ന് രാത്രി എന്നെ പാസ്റ്റർ ഈ വേദിയിൽ നിർത്തിയതിന്റെ പേര് കൃപ. ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചത് അത് കോതമംഗലത്ത് നെല്ലിമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യത്തെ പ്രസംഗം. റോണി പാസ്റ്ററെ ഗുഡ് ന്യൂസിൽ വന്ന ഒരു ലേഖനം അത് വെട്ടിയെടുത്ത് ബൈബിളിൻ്റെ പുറകിൽ അങ്ങ് ഒട്ടിച്ചു, അതിൻ്റെ കവർ പേജിൽ അങ്ങ് ഒട്ടിച്ചു. ബൈക്കിൽ ഇതുപോലുള്ള പേജിൽ ഗുഡ് ന്യൂസിൽ വന്ന ലേഖനം വെട്ടി അങ്ങ് ഒട്ടിച്ചു. എന്നിട്ട് അത് മൊത്തം കാണാതെ പഠിച്ചു. കേട്ടോ ചാ, അത് മൊത്തം കാണാതെ പഠിച്ചിട്ട് അത് പ്രസംഗിച്ചു. എന്നിട്ട് 3 മിനിറ്റ് കൊണ്ട് തീർന്നു പോയി. അതായിരുന്നു ഞാൻ. ഗുഡ് ന്യൂസിലെ ലേഖനം കാണാതെ പഠിച്ച് ബൈബിളിൽ ഒട്ടിച്ചു വെച്ചിട്ട് അത് പറഞ്ഞിട്ട് 3 മിനിറ്റ് കൊണ്ട് എന്റെ 1-ാം പ്രസംഗം തീർന്നുപോയി. ഇളിഭ്യനായി ഞാൻ ഇരുന്നത് ഇന്നും ഓർക്കുന്നുണ്ട്. ആ എന്നെ ഇന്ന് ഈ രാത്രിയിൽ ഈ വേദിയിൽ കൊണ്ടുവന്ന് നിർത്തിയതിന്റെ പിന്നിൽ ഒറ്റ കാര്യമുള്ളൂ, കഴിവല്ല കൃപ. കഴിവല്ല കൃപ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ, എന്നെ മാറ്റിയ ഈ കൃപയ്ക്ക് നിങ്ങളെ മാറ്റാൻ പറ്റുമെന്ന് ഒന്ന് പറഞ്ഞോ കൃപ. നിങ്ങൾ എവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്? അത് പൊളിയാൻ ഒറ്റ കാര്യം മാത്രം മതി, കൃപ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. എന്നോടത്ത് പറഞ്ഞു, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഇതൊരു പ്രാർത്ഥനയാണ്. 2 കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കണ്ണെല്ലാം ഒന്നടച്ച്, കണ്ണൊന്നടച്ച്, നിർബന്ധമായിട്ട് കണ്ണടച്ച്. എന്നിട്ട് നിങ്ങൾ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കണ്ടേ. എന്നിട്ട് അപ്പന്റെ മുന്നിൽ നിർബന്ധം പിടിച്ച് കരയുന്ന ഒരു കുട്ടിയെ പോലെ ഉച്ചത്തിലൊന്ന് വിളിച്ചു പറ, കൃപ വേണമെന്ന് പറ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഉച്ചത്തിൽ പാടിക്കേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. എന്റെ കർത്താവേ കൃപ വേണം എന്ന് പറഞ്ഞ് കർത്താവിനോട് പറ, എനിക്ക് കൃപ വേണമെന്ന് പറ. നിന്നെ എഴുതി തള്ളിയിടത്ത് നിന്നെ നിർത്താൻ പോകുന്നത് കൃപയാണ്. നിന്റെ കഴിവുകളുടെ മേൽ വ്യാപരിക്കുന്നത് കൃപയാണ്. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ശൂലം മാറാൻ വേണ്ടി കർത്താവിന്റെ സന്നിധി ചെന്നു. കർത്താവ് പറഞ്ഞു, എന്റെ കൃപ
നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. ആ ശരീരം ബലഹീനമായിരുന്നു കേട്ടോ, പക്ഷെ കർത്താവ് പറഞ്ഞു ഈ ശൂലം അവിടെ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ ശുശ്രൂഷയുടെ വേഗത കുറയത്തില്ല, നിന്റെ ലേഖനങ്ങളുടെ എണ്ണം കുറയത്തില്ല, നീ ചെയ്യേണ്ട പ്രസംഗങ്ങളുടെ എണ്ണം കുറയത്തില്ല. എന്റെ കൃപ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. പിന്നെ പാസ്റ്റേ അതിന്റെ ശരിയായ മീനിങ് എന്താണെന്നറിയോ? എന്റെ കൃപ നിന്റെ ബലഹീനതയിൽ പൊതിഞ്ഞു വരുമെന്ന്. നിന്റെ അറിവുകേട്, നിന്റെ പരാജയം, നിന്റെ ഇല്ലായ്മ നാട്ടുകാരറിയാതിരിക്കാൻ കർത്താവ് പറയുക, എന്റെ കൃപ നിന്റെ ബലഹീനതയിൽ പൊതിഞ്ഞു പിടിക്കും. ഈ രാത്രി ആ കൃപ ചിലരെ പൊതിയട്ടെ. ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ച കൃപ കൊണ്ട് ചിലർ പൊതിയപ്പെടട്ടെ. ഇന്ന് രാത്രി മൈക്കുമായിട്ട് നിങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം തോന്നുന്നത്. ഈ വീഡിയോയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ശ്രമിക്കാത്തത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി പൊതിഞ്ഞു പിടിക്കുന്ന കൃപ, കുരിശിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് കാണാം, ആ കൃപയുടെ പകർച്ചയെ കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ ഒരു ഒഴുക്കുണ്ട് കേട്ടോ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ സ്നേഹത്തിന്റെ വൻകൃപ എന്ന് പറയുന്നത് പോലെ ഒരു കൃപയുടെ ഒഴുക്ക്. സാൽവേഷൻ ആർമിയുടെ സ്ഥാപക നേതാവ് ജനറൽ വില്യം ബൂത്ത്, അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്. കൃപാക്കടല് നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നേ മടങ്ങുകില്ലി നീ വീടുന്നീ ഞാൻ മടങ്ങുകില്ലി നീ വീടുന്നീ ഞാൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകാതിരുന്ന കൃപാക്കടല് നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നേ മടങ്ങുകില്ലി നീ വീടു നീ ഞാൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്ന യേശുവേ, ഇവിടുന്ന് ഞാൻ മടങ്ങണമെങ്കിൽ കൃപയുടെ ചാറ്റൽ മഴയില്ല, കൃപയുടെ പ്രവാഹം എൻ്റെ മേലുണ്ടാകണം. ഇന്ന് രാത്രി എനിക്ക് നല്ല ബോധ്യമുണ്ട്, ആ വിധത്തിൽ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്ന ചിലരുടെ മേൽ കൃപയുടെ ഒരു പ്രവാഹം, ചിലർക്ക് ഇതൊരു തുടക്കമാണ് കേട്ടോ. ഞാൻ വളരെ നിയോഗത്തിൽ പറയുകയാണ്, ചിലരെ സംബന്ധിച്ച് ഇതൊരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ആരംഭം. പണ്ടുള്ളതിനെ ഓർക്കേണ്ട, മുൻപുള്ളതിനെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പാഴ്മലകളിൽ നിന്ന് നദികൾ, മരുഭൂമികളിൽ നീർപ്പൊയ്കകൾ, വരണ്ട നിലത്ത് തടാകങ്ങൾ, പുതിയതൊന്ന് പുതിയതൊന്ന് പുതിയത് പുതിയത് ആത്മനിറവിൽ പറ, പുതിയത് പുതിയത്. ഇതുവരെ പറയാത്ത പുതിയ ചില ദൂതുകൾ, ഇതുവരെ കേൾക്കാത്ത പുതിയ ചില വാഗ്ദത്തം, ഇതുവരെ പ്രാപിക്കാത്ത പുതിയ ചില ഇടപെടലുകൾ, പുതിയ ചില ദൈവിക കാര്യപരിപാടികൾ, പുതിയത്.
കുരിശിൽ കൃപയുടെ വെളിപ്പാട് കാണാം. കുരിശിൽ രണ്ടാമത് കാണാൻ പറ്റുന്ന ദൈവത്തിന്റെ നീതിയുടെ പ്രദർശനമാണ്. ഇത് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ മേലുണ്ടാകുന്നത് കേട്ടോ. നമ്മുടെ നീതി പ്രവർത്തികളൊക്കെ കറപിരണ്ട തുണി പോലെയാ, ഒന്നും പറയാനില്ല. അത് നമ്മൾ യേശുവിൽ വിശ്വസിച്ചപ്പോ അവിടുത്തെ പ്രായശ്ചിത്ത രക്തം നമ്മുടെ മേൽ ഒഴുക്കപ്പെട്ടപ്പോ റോമലേഖനം 3:25-26 പറയുന്നു, തന്റെ നീതിയെ പ്രദർശിപ്പിച്ചു. താൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ അത്രേ അങ്ങനെ ചെയ്തത്. നമ്മുടെ മേലുള്ളത് എന്താ? നീതിയുടെ പ്രദർശനം. ഉച്ചത്തി പറ, എന്നാ ഉള്ളേ? ഉച്ചത്തി പറ. സ്വർഗത്തിൽ നിന്ന് ഇപ്പൊ ദൈവം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പാവമല്ല കേട്ടോ, നീതിയാ. നമ്മുടെ നീതിയല്ല, ക്രിസ്തുവിന്റെ നീതി. നമ്മൾ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ നീതിയുടെ പ്രദർശന നിമിത്തമാ. നമ്മൾ മരിക്കേണ്ടവരാ കേട്ടോ, ശിക്ഷ വിധിക്കപ്പെടേണ്ടവരാ. പക്ഷെ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, യേശുവിൽ വിശ്വസിച്ച നിന്നെ ഞാൻ നോക്കുമ്പോ യേശുവിന്റെ നീതിയുടെ പ്രദർശനമാണ് കാണുന്നത്. അതാ നീതിയെ കണക്കിടുക, നീതിയെ കണക്കിടുന്നു. ക്രൂശിൽ നമ്മൾ കാണുന്നത് നീതിയുടെ പ്രദർശനമാണ്. ഹല്ലേലൂയ. ക്രൂശിൽ നമ്മൾ കാണുന്നത് പാപക്ഷമയാണ്. ക്രൂശിൽ നമ്മൾ കാണുന്നത് പാപത്തിന്റെ പരിഹാരമാണ്. ക്രൂശിൽ നമ്മൾ കാണുന്നത് തിരഞ്ഞെടുപ്പാണ്. ക്രൂശിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജാമ്യക്കാരനെയാണ്. ഒരുപാട് കാര്യങ്ങൾ ആ വിധത്തിൽ പറയാനുണ്ട്. അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അവിടെ കൂടെ തീരുന്നില്ല വാക്യം, അവിടെ കൂടെ തീരുന്നില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അവിടെ തീരുകയല്ല. അങ്ങനെ അർപ്പിക്കപ്പെട്ടവൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ കുരിശിൽ അർപ്പിക്കപ്പെട്ടവൻ സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ പറയാൻ പോവാ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഓ, ആ വാക്യം മനസ്സിലായവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഈ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്ന് പറയുമ്പോൾ ആ പാപം കൂടാതെ എന്ന് പറയുന്ന ആ വാക്ക് ഞാനൊന്ന് വിശദീകരിച്ചോളാം. പാപം കൂടാതെ എന്ന് പറഞ്ഞാൽ പാപത്തെ കൈകാര്യം ചെയ്യാതെ. ഒരിക്കൽ അവിടുന്ന് വന്നത് പാപത്തെ കൈകാര്യം ചെയ്യാന്, പാപിയെ കൈകാര്യം ചെയ്യാന്. പക്ഷെ ഇനിയും വരാൻ പോകുന്നത് പാപത്തെയോ പാപിയെയോ കൈകാര്യം ചെയ്യാനല്ല. ആർക്ക് വേണ്ടിയാണ് വരുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഒന്നുകൂടെ, ആർക്ക് വേണ്ടിയാണ് വരുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ, ഒന്നുകൂടെ പറ, ആർക്ക് വേണ്ടിയാ വരുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ. ഇന്ന് രാത്രി കാത്തു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയാ വരുന്നത്. ഈ പെന്തക്കോസ്തി വന്ന നമ്മുടെ ചില ആളുകളുടെ ചിന്ത, ഞാനങ്ങ് നിത്യതയിൽ പോകുന്നു. പെന്തക്കോസ്തി വന്ന് മരിച്ചാൽ സ്വർഗത്തിൽ കാണും, പെന്തക്കോസ്തി വന്ന് മരിച്ചാൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും. ഈ രണ്ട് ചിന്തകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ബാക്കിയുള്ളവരൊന്നും പോകത്തില്ല, നമ്മൾ മാത്രം പോകും. നമുക്ക് തീരാധാരം എഴുതി തന്നിരിക്കുന്ന പോലെയാണ്. അങ്ങനൊന്നും ബൈബിൾ എഴുതിയിട്ടില്ല. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. കാരണം ഈ ചിലര് ചർച്ചിനകത്ത് വന്ന് ഉപ്പിയാക്കിയിരിക്കുന്നത് പോലെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? കൈയടിക്കത്തില്ല, പാട്ട് പാടത്തില്ല, സ്തോത്രം ചെയ്യത്തില്ല, ബൈബിൾ തുറക്കത്തില്ല. അവര് വന്ന് ജനലിന്റെ സൈഡിലേ ഇരിക്കത്തുള്ളൂ. അതെന്തിനാണെന്നറിയോ? ജനലിന്റെ സൈഡിൽ ഇരിക്കുന്നത്, ഒന്ന് പുറത്തെ കാഴ്ച, രണ്ട് ഈ ബൈബിൾ അവിടെ വെക്കാമല്ലോ. കൈ വെക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ജനലിന്റെ സൈഡിൽ ബൈബിൾ വെക്കാം. ഈ രഹബത്തിലെ സഹോദരങ്ങൾ കൊട്ടാരക്കര സൈഡിൽ നിന്നാണ് വന്നേ. കൊട്ടാരക്കര ആകാശ് 150 ബൈബിൾ. ആകാശ് എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാര്യം എങ്ങനെയാണെന്നറിയോ? വിശുദ്ധന്മാർ ആരാധന കഴിഞ്ഞിട്ട് അവിടെ കയറി പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ബൈബിൾ എടുക്കുന്ന കാര്യം മൈക്കിൽ കൂടെ പറയാൻ പറ്റാത്തോണ്ടോ പുറകെ ഇരിക്കുന്നവർ ക്ഷമിക്കണം. സ്വതന്ത്രം. ഞാൻ പറഞ്ഞത്
ഇങ്ങനെയുള്ള പുള്ളികളെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്. അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ 4 മടക്കി പോക്കറ്റ് ഇട്ടേക്കണം. ബൈബിൾ പറയുന്നു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. കാത്തു നിൽക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ കാത്തിരിപ്പൊക്കെ പറയുന്നത് ഉള്ളത് പറഞ്ഞ TBMകാരാ. അവരുടെ പാട്ടുകളിലെല്ലാം അതുണ്ട്. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ. അത് വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പോകാൻ നേരത്തെ മിഠായി മേടിച്ചു തരാം. സ്വതന്ത്രം എഫ് മേജർ സ്വതന്ത്രം. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിൻ നാളിൽ. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിൻ നാളിന. നിൻ വരവിൽ ഭാഗ്യമോർത്തി താനന്ദമെന്താ കാണുന്നേ മൽപ്രിയ മാനാളനേ. എന്നുമേകെ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാ. കാത്തു കാത്തു നിൽക്കുന്നെന്ന് KJVക്കകത്ത് ഈഗർലി വെയിറ്റിംഗ് എന്ന, ഈഗർലി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ, അവർക്ക് വേണ്ടിയാണ് കർത്താവ് വരാൻ പോകുന്നത്. ഈ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ഒരുങ്ങിയിരിക്കാൻ പറ്റത്തുള്ളൂ. കാത്തിരുന്നിട്ട് തന്നെ 5 പേരുടെ പാത്രത്തിൽ എണ്ണയില്ലായിരുന്നു. കാത്തിരുന്നവരായിട്ട് തന്നെ പാത്രത്തിൽ, ഈ പാത്രത്തിലെയും വിളക്കിലെ എണ്ണ രണ്ടും രണ്ടാണ് കേട്ടോ. ഈ വിളക്കിലെ എണ്ണ എന്ന് പറയുന്നത് പരസ്യ ജീവിതമാണ്. ഞായറാഴ്ച ബൈബിൾ എടുത്തുകൊണ്ട് ചർച്ചിൽ പോകുന്നു, അവിടെ ചെന്ന് സാക്ഷ്യം പറയുന്നു, പാട്ട് പാടുന്നു. പരസ്യ ജീവിതമാണ് വിളക്കിലെ എണ്ണ. ഇങ്ങനെയുള്ളവർ പോകാൻ ബുദ്ധിമുട്ടാണ്. പാത്രത്തിലെ എണ്ണയും കൂടെ വേണം. അതാ രഹസ്യ ജീവിതം. ഇതാരും അറിയുന്ന കാര്യമല്ല. പാത്രത്തിലെ എണ്ണ ആരും അറിയത്തില്ല. ഇതാരും കാണിക്കാൻ വേണ്ടിയല്ല, സ്വന്തം കരുതല. ശരിക്കും പറഞ്ഞാൽ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും ഒരുപോലെ ക്രമീകരിക്കുന്നവൻ ആരോ അവനാണ് കാത്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് കർത്താവ് വരാൻ പോകുന്നത്. ഇതിന് വേറൊരു വേർഷൻ ഉണ്ട്. അത് പൗലോസ് പറയുന്നുണ്ട്, തൻ്റെ വരവിങ്കൽ പ്രിയം വെച്ച. ആ പ്രിയം വെച്ച എന്ന് പറഞ്ഞാൽ തൻ്റെ വരവിനെ സ്നേഹിക്കുന്നവരാണ്. തൻ്റെ വരവിനെ സ്നേഹിക്കുന്ന, പ്രിയം വെച്ച, ലവ് എന്ന പദമാണ്. ആ വരവിനെ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്ന അവർക്ക് വേണ്ടി കർത്താവ് വരാൻ പോവാ. പാപത്തെ കൈകാര്യം ചെയ്യാതെ, പാപിയെ കൈകാര്യം ചെയ്യാതെ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഞാൻ ആ രക്ഷയുടെ ത്രികാല പ്രസക്തി പറയേണ്ട, കൺക്ലൂഡ് ചെയ്യാൻ നേരമാകുന്നതുകൊണ്ട് ഞാൻ ആ ത്രികാല പ്രസക്തിയിലേക്ക് പോകുന്നില്ല. ആ കാത്തു നിൽക്കുന്നവരുടെ രക്ഷ മാത്രം പറയാം. കാത്തു നിൽക്കുന്നവരുടെ രക്ഷ ഒറ്റ വാക്കിൽ ഞാനതങ്ങ് പറഞ്ഞുവിടാം. രക്ഷയ്ക്ക് ത്രികാല പ്രസക്തിയുണ്ട്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടു, ആത്മരക്ഷ. ഇന്നലകളിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ്. രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ ആരാധനകളിലും നമ്മളോട് വചനം ഇടപെടുമ്പോൾ, അതായത് റോമലേഖനം 12 പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകണം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള അതാ യാഗമായി സമർപ്പിക്കണം, ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പൊ അങ്ങനെ നമ്മൾ നടത്തുന്ന ആ ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ടുള്ള വചനത്തിന്റെ മുൻപിലുള്ള അനുസരണം ഉണ്ടല്ലോ, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ്. വചനം കേട്ടപ്പോ കർത്താവേ ഞാൻ ഇങ്ങനൊന്നും അല്ലല്ലോ എന്ന് തോന്നിയോ, രക്ഷിക്കപ്പെടുക. നിങ്ങൾ കാലഘട്ടങ്ങളായി വിശ്വാസത്തിലുള്ള ആളായിരിക്കും, എന്നാലും എന്നെ ദൈവമേ പോരാല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്തോത്രം, രക്ഷിക്കപ്പെട്ടതിന്റെ തെളിവാ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ ചർച്ചില് ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടുത്തെ CMS കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ HOD. സ്തോത്രം. ഹസ്ബൻഡ് അവിടുത്തെ +2 അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹം ഇന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാ, ചിലപ്പോൾ ഈ പാസ്റ്ററുടെ പ്രസംഗം കേൾക്കും പേടി വരും. ഇങ്ങനെ പിള്ളേരൊക്കെ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ എന്തായാലും പറയും. ഞാൻ ഇതിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുണ്ടാകണം. വചനം കേൾക്കുമ്പോൾ കർത്താവേ പോരാല്ലോ, കർത്താവേ ഞാൻ അത്രയും അങ്ങോട്ട് ആയിട്ടില്ലല്ലോ എന്ന് തോന്നുമ്പോൾ, ചിലതിനോട് ഗുഡ് ബൈ പറയുമ്പോൾ, ചിലതിനോട് നോ പറയുമ്പോൾ, ആമേൻ, നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ. നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് മരണം വരെ തുടരേണ്ട പ്രോസസ്സാണ്. ഒരു വാക്യം പറയാം,
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. അതിന്റെ അന്തം നിത്യജീവൻ. വിശുദ്ധീകരണത്തിന്റെ എൻഡ് പറയുന്ന നിത്യജീവനാണ്. ഒന്നുകിൽ മരണം, അല്ലെ കർത്താവിന്റെ വരവ്. അവിടെ വരെ പോകണം വിശുദ്ധീകരണം. അല്ലാതെ എനിക്ക് 70 എനിക്ക് 80 എനിക്ക് 90 വിശുദ്ധീകരണം പിള്ളേർക്ക് എനിക്ക് വേണ്ട. നോ. മരിക്കുന്ന ദിവസം വരെ, സെക്കൻഡ് വരെ വിശുദ്ധീകരണ പ്രക്രിയ തുടരണം. അതായത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രോസസ് അന്ന് വരെ തുടരണം. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത വാക്ക രക്ഷിക്കപ്പെടും. അത് ദേഹരക്ഷയാണ്. ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് നര വന്ന്. സഹോദരൻ, ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. 25-ാമത്തെ വയസ്സിലൊക്കെ എന്നെ ആരോഗ്യമായിരുന്നല്ലയോ. ഇപ്പോൾ പ്രായമൊക്കെ ആയപ്പോൾ ആരോഗ്യമൊക്കെ ഒന്ന് കുറഞ്ഞു. എല്ലാവർക്കും ഉണ്ടത്, അത്രയല്ല, എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? 30-ലെ ആരോഗ്യമാണോ 45? 45-ലെ ആരോഗ്യമാണോ 55? ഇത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്താണെന്നറിയോ? ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പച്ചൻ വൃദ്ധനായിരിക്കുന്നതും ഞാനും നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് പോകുന്നതും നമ്മുടെ ദേഹം രക്ഷിക്കപ്പെടാത്തതുകൊണ്ടാണ്. പക്ഷെ ഈ ദേഹം രക്ഷിക്കപ്പെടും കേട്ടോ നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ. പിന്നെ വാർദ്ധക്യം തൊടത്തില്ല, ജരാനരകൾ ബാധിക്കത്തില്ല, മരണം തൊടത്തില്ല, രോഗം ബാധിക്കത്തില്ല, പാപം പ്രലോഭിപ്പിക്കത്തില്ല, പിശാചിന് ഒരു ദോഷവും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് എടുക്കപ്പെടും. ഇതാ കാത്തു നിൽക്കുന്നവരുടെ രക്ഷ. നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. റാപ്ചർ എന്ന് പറയുന്ന പദം, എടുക്കപ്പെടും എന്ന് പറയുന്ന പദം കേട്ടോ. എടുക്കപ്പെടും, റാപ്ചർ, എടുക്കപ്പെടും എന്ന് പറയുമ്പോൾ നന്നായിട്ട് കേൾക്കണേ. ഹല്ലേലൂയ. സത്യത്തിൽ ഒരു പരുന്ത് ഒരു കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുത്ത് കൊണ്ടുപോകുന്നത് പോലെ അതാ റാപ്ചർ എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ റാപ്ചർ എന്ന് പറയുന്ന ആ ഒരു പദത്തെ അതുപോലെ പ്രതിഫലിപ്പിക്കാൻ മലയാളത്തിൽ പദമില്ലാത്തത് കൊണ്ട് ഉൽപ്രാവണം എന്ന് പറയുന്നത്. അത് മലയാള പദമല്ല, സംസ്കൃത പദമാണ്. ഉൽപ്രാവണം, എടുത്തുകൊണ്ട് പോകുക, തട്ടിപ്പറിക്കുക, ദൂരെ ഒരിടത്തേക്ക് കൊണ്ടുപോവുക, സ്ഥലം മാറ്റുക. നമ്മളെ ഇവിടുന്ന് എടുത്തോണ്ട് പോകുമെന്ന് കേൾക്കുന്നവരുണ്ടോ? രാമേൻ പറ. ഞാനത് ഉദാഹരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്തോത്രം. നെടുമ്പാശ്ശേരി 380 ഫ്ലൈറ്റ് വരാറില്ല. സ്തോത്രം. അത് മറ്റ് രാജ്യങ്ങളിലൊക്കെയാ. ഇപ്പൊ ദുബൈയിലൊക്കെ ചെന്നാൽ എമിറേറ്റ്സിന്റെ 380 ഫ്ലൈറ്റ് ഉണ്ട്. ഒരു 850 യാത്രികരെയൊക്കെ കൊണ്ടുപോകുന്ന ഭീമാകാരമായ ഫ്ലൈറ്റ്, ഡബിൾ ഡെക്കർ. സ്തോത്രം. അത് മിക്കവാറും യൂറോപ്പ്, അമേരിക്കൻ സെക്ടറുകളിലേക്കൊക്കെ പോകുന്ന ഫ്ലൈറ്റുകളാണ് ഡബിൾ ഡെക്കർ. ഈ ഡബിൾ ഡെക്കർ നിങ്ങളൊന്ന് ആലോചിക്കും. 4 എഞ്ചിൻ, 2 സൈഡിലായിട്ട് 4 എഞ്ചിൻ. സ്തോത്രം. ഈ 850 യാത്രികരും അവരുടെ വെയിറ്റും പിന്നെ അവരുടെ ലഗേജും പിന്നെ അതിന്റെ ക്രൂവും പിന്നെ ഈ ഫ്ലൈറ്റിന്റെ വെയിറ്റും, ഇങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഭാരം റൺവേയിൽ ഓടി അതിന്റെ എൻഡിൽ നിന്ന് കുതിച്ച് മുകളിലോട്ട് ഉയരുന്നത് കണ്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് സത്യമാണെങ്കിൽ തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വരും. വന്നിട്ടൊരു കോഴിക്കുഞ്ഞിനെ ഒരു പരുന്ത് റാഞ്ചിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ ഇവിടെ നമ്മളൊരു പോക്കുണ്ട്. അതാ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്ന് പറയുന്നത്. അത് നമ്മൾ കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ കാത്തിരിപ്പത കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടുള്ള അവിടുത്തെ മടങ്ങി വരവ് കൺക്ലൂഡ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 തെസ്സലോനിക്ക ലേഖനം 2 പറയുന്നുണ്ട്, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അവിടുത്തെ പ്രത്യക്ഷത, ഇവിടെ നിന്ന് നമ്മൾ അവിടുത്തെ അടുക്കലേക്കുള്ള സമാഗമനം ഞാനതൊരു അക്കാഡമിക് ലെവലിൽ പറയുകയാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എപ്പിസുനഗോഗെ, ഗ്യാദറിംഗ് ടുഗദർ ഇൻ വൺ പ്ലേസ്. സ്തോത്രം. ഇവിടുന്ന് അങ്ങോട്ട് എടുക്കപ്പെട്ട് അവിടെ നമ്മുടെ കർത്താവ് എവിടെയാണോ അവിടെ ആ മധ്യാകാശത്തിൽ ഗ്യാദറിംഗ് ടുഗദർ ഇൻ വൺ പ്ലേസ് നാമും കർത്താവും കൂടെ സമ്മേളിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് കാത്തു നിൽക്കുന്നവിടെ രക്ഷ എന്ന് പറയുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. പോരെ, ശബ്ദം ഉയർത്തി. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി കർത്താവ് വരും. ക്രിസ്തുവിൽ മരിച്ചവർ, അവരെ വിളിക്കുന്ന പേര് അദൃശ്യ സഭ എന്നാണ് കേട്ടോ.
അവർ ഉയർക്കും മുൻപേ. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നമ്മെ വിളിക്കുന്ന പേര് ദൃശ്യ സഭ. അദൃശ്യ സഭയും ദൃശ്യ സഭയും. അദൃശ്യ സഭ മുൻപേ ഉയർക്കും, ദൃശ്യ സഭ രൂപാന്തരപ്പെടും. എന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ടൊരു പോക്കുണ്ട്. ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹള നാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. ഈ ഗേഹം വിട്ട് ഈ ദേഹം കെട്ടുപോയിട്ടും നമ്മൾ ഒത്തുചേരുന്ന ഒരു ദിവസമുണ്ട്. അതാ നമ്മുടെ രക്ഷ, കാത്തു നിൽക്കുന്നവരുടെ രക്ഷ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മരക്ഷയുടെ പൂർണ്ണതയായ ദേഹരക്ഷ സംഭവിക്കുന്ന ദിവസം. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? എന്തിനാണ് മുനീറ കൺവെൻഷൻ? ഉച്ചയ്ക്ക് 2:30 ഇറങ്ങിയതാ ഞങ്ങൾ കോട്ടയത്ത് നിന്ന്, കേട്ടോ. എന്തിനാ ഇത്രയും ദൂരം വാഹനം ഓടിച്ച് ഇവിടെ വന്നത്? ഇത് പറയാൻ വേണ്ടി, കെട്ടുകഥ പറയാനല്ല. ഇന്ന് രാത്രി ഒരു ഒരുക്കത്തോടെ, ഒരു സമർപ്പണത്തോടെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മടങ്ങാൻ ഇന്ന് രാത്രി ചോദ്യം ഒരുങ്ങിയിട്ടുണ്ടോ? ഏറ്റവും അവസാനമായി ഞാൻ ചോദിച്ചു നിർത്തട്ടെ, കാഹളം ധ്വനിക്കുമ്പോ കേൾക്കുമോ? കേൾക്കുമോ? അങ്ങനെ കേൾക്കാൻ കഴിയുന്ന ഒരു കാതാണോ ഉള്ളത്? ഒന്ന് പ്രാർത്ഥിക്കേ. കർത്താവേ, കാഹളം ധ്വനിക്കുമ്പോൾ അത് കേൾക്കാനുള്ള കാതെനിക്ക് തരണം. ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. പുസ്തകങ്ങൾ തുറക്കുമ്പോൾ എൻ്റെ പേര് പുസ്തകത്തിൽ ഉണ്ടാകണം. എത്ര പേര് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും? കണ്ണുകളെല്ലാം അടച്ച്, കണ്ണുകളെല്ലാം അടച്ച്, കണ്ണുകളെല്ലാം അടച്ച്. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമൻ പേരും. ഒന്നുകൂടെ എല്ലാവരും കൂടെ ചേർന്നത് പാടിക്കേ. കണ്ണുകൾ അടച്ച്. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഒറ്റ വ്യക്തികൾ ഈ ഗ്രൗണ്ട് വിട്ട് ഇപ്പൊ പോകരുത്. അടുത്ത 5 മിനിറ്റിനകത്ത് ആശീർവാദം പറയും. ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എഴുന്നേറ്റ് നിന്ന്. എനിക്കറിയാം ഭയങ്കര ദൈവ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുക. 1.5 മണിക്കൂറായി ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുക. ഒരൊറ്റ മനുഷ്യൻ പോലും അലക്ഷ്യമാകാന്നതിൻ്റെ പിന്നിലെ കാരണം റജിപ്പാസിന്റെ പ്രസംഗമല്ല, ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യ. കട്ടിയായി നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി ആളുകൾ കരയുന്നതും കണ്ണു തുടയ്ക്കുന്നതും തുടർച്ചയായിട്ട് ഞാൻ കാണുകയായിരുന്നു. ഇതൊക്കെ ദൈവസാന്നിധ്യം ചലിക്കുന്നിടത്താണ് ഉണ്ടാകുന്നത്. ജ്ഞാനം വിളമ്പുമ്പോഴല്ല, വലിയ വലിയ ദൈവശാസ്ത്രപരമായ വിശദീകരണം സംഭവിക്കുമ്പോഴല്ല, കർത്താവിന്റെ കൃപ വ്യാപരിക്കുമ്പോഴാണ്, സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ. ആ സാന്നിധ്യം ഇവിടെ ഉണ്ട്. കണ്ണുകളെല്ലാം ഒന്ന് അടച്ച്, നിർബന്ധമായിട്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കണ്ണുകളെല്ലാം ഒന്ന് അടച്ച്. യേശുവേ എന്നെ സഹായിക്കണം. നിങ്ങൾ ആരും ആകട്ടെ, സഹോദരൻ നിങ്ങൾ ആരുമാകട്ടെ, പ്രാർത്ഥിക്കുക. സഹോദരി നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളൊരു പക്ഷെങ്കിൽ വലിയ ആത്മീക കാഴ്ചപ്പാടുള്ള, വലിയ ദർശനമുള്ള, ശുശ്രൂഷയുള്ള ഒരാളൊക്കെ ആയിരിക്കും. സാരമില്ല, പ്രാർത്ഥിച്ചേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം എനിക്ക് വേണം. എനിക്കൊരു പരിവർത്തനം ഉണ്ടായേ പറ്റൂ. കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ എടുക്കപ്പെടണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ
തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വെളിപ്പെടുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും അതിനകത്തുണ്ടാകണം. ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചോ, ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചോ, ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചോ. ഒന്നാമത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്ന്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ പറയാൻ പറ്റണം, ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും. കർത്താവ്, അങ്ങ് എനിക്ക് 3 മക്കളെ തന്നല്ലോ. ആ 3 മക്കൾക്ക് അവരുടെ കുടുംബമുണ്ടായി. അന്ന് അവർക്ക് തലമുറകളെ നൽകി. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുക, ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, കർത്താവിന് മുൻപിൽ പ്രസന്റ് ആകുന്നവരുടെ കൂട്ടത്തിൽ. ഉച്ചത്തിൽ പ്രാർത്ഥിന്, ഉച്ചത്തിൽ പ്രാർത്ഥിന്, ഉച്ചത്തിൽ പ്രാർത്ഥിന്. ചിലതിനെയൊക്കെ ലക്ഷ്യം വെച്ച് പൈശാചിക മണ്ഡലങ്ങൾ നിൽക്കുകയാണ്. വലിച്ചുകൊണ്ട് പോകാൻ, ലോകഭ്രമത്തിലേക്ക് കൊണ്ടുപോയി നശിപ്പിച്ചു കളയാൻ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അഡിക്ഷനിലേക്ക് കൊണ്ടുപോകാൻ, ലോകഭ്രമത്വത്തിൽ അവരെ മുക്കിക്കളയുവാൻ പൈശാചിക മണ്ഡലങ്ങൾ ചിലർക്കെതിരെ നിൽക്കുകയാണ്. ഇന്ന് രാത്രി പറ, കർത്താവേ, എന്റെ തലമുറകൾ ആ കൂട്ടത്തിൽ പെടാതെ ഞാനും എന്റെ തലമുറയും അവിടുത്തെ സന്നിധിയിൽ നിൽക്കത്തക്ക വിധത്തിൽ ഞങ്ങളെ ഒരുക്കണേ. നമ്മ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്ക്, നിലവിളിക്കാമെങ്കിൽ നിലവിളിക്ക്, നിലവിളിക്കാമെങ്കിൽ നിലവിളിക്ക്. ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ തലമുറകളുടെ മേൽ അതൊരു കരുതലായി, അതൊരു വിടുതലായി തീരുകയാണ്. നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ തലമുറയുടെ മേൽ ഒരു കോട്ടയായി തീരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന, ഡേറ്റ് പറഞ്ഞു നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലങ്ങൾക്ക് ചലിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ തലമുറയെ കർത്താവിന്റെ ആത്മാവ് പിടിച്ചു നിർത്തുന്ന കണ്ണുനീര് ഇന്ന് രാത്രി അതളങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ. രാധാബ ശകൽ ഖമനഘടകഥന അർത്ഥമനഘടകഥ. ഞാൻ മടങ്ങി വരുന്നെന്ന് പറ, ഞാൻ മടങ്ങി വരുന്നെന്ന് പറ. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവർ പറ, ഞാൻ മടങ്ങി വരുന്നു, എന്റെ പാപപ്രകൃതത്തോട് യാത്ര പറയുന്നു. പറഞ്ഞോ, പറഞ്ഞോ, പ്രാർത്ഥിച്ചോ. ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കേ. ഇടത്തും വലത്തും മുൻപിലും പിന്നിലും ഒന്നും നോക്കരുത്. ഈ രാത്രി അതിനുള്ള നേരമല്ല, കർത്താവ് ചലിക്കുന്ന സമയം. കരമടിക്കണമെങ്കിൽ കരമടിച്ചോ, നിലവിളിക്കണമെങ്കിൽ നിലവിളിച്ചോ, കരം ഉയർത്തി പിടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തോ. ഇന്ന് രാത്രി നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവോ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചേ, അതുപോലെ തന്നെ പ്രാർത്ഥിച്ചേ. കർത്താവിനോട് പറ, കർത്താവേ, എന്റെ വീടിനകത്ത് ഒരു മദ്യപാനി ഉണ്ടാകല്ലേ, എന്റെ തലമുറയിൽ നിന്ന് ഒരു പുകവലിക്കാരൻ വരല്ലേ, എന്റെ കൊച്ചുമക്കളുടെ കൂട്ടത്തിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ഉണ്ടാകല്ലേ കർത്താവേ, ഒരു ക്രിമിനൽ ഉണ്ടാകല്ലേ, ഒരു പോലീസ് കേസുള്ളവൻ ഉണ്ടാകല്ലേ, കോർട്ടിൽ കയറിയിറങ്ങി നടക്കുന്നവൻ എന്റെ വീട്ടിൽ വരല്ലേ. പ്രാർത്ഥിക്ക് പ്രിയരെ, പ്രാർത്ഥിക്ക് പ്രിയരെ, പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ. കണ്ണുനീരോട്, കണ്ണുനീരോട്, കണ്ണുനീരോട്. എന്റെ വീടിനകത്ത് ഒരു ഡിവോഴ്സ് വരല്ലേ, എന്റെ വീടിനകത്ത് ഒരു ഡിവോഴ്സ് വരല്ലേ. സഹോദര, ചിലപ്പോ നിങ്ങളുടെ മകൻ 5 വയസ്സ് പ്രായം കാണത്തുള്ളൂ, എന്നാലും പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ തലമുറയുടെ മേൽ ഒരു കോട്ടയായി വെളിപ്പെടാൻ പോകുന്നു. അങ്ങനെയുള്ള ചില പൈശാചിക പദ്ധതികൾ പൊളിയുന്നു, 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 പൊളിയുന്നു. നിയോഗത്തോടെ ആരാധിച്ച് പ്രാർത്ഥിച്ച്. കരമടിക്കുന്നവർ നന്നായി കരമടിച്ച്, അന്യഭാഷ പറയുന്നവർ നന്നായി അന്യഭാഷ പറഞ്ഞ്, പ്രാർത്ഥിക്കുന്നവർ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്. ഈ അന്തരീക്ഷത്തിൽ ദൈവശക്തി ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ഈ അന്തരീക്ഷത്തിൽ ദൈവകൃപ ചലിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഇതുവരെ കേൾക്കാത്ത ചില ദൂതുകൾ ആ കാതുകളെ മുഴകട്ടെ. ഇതുവരെ അറിയാത്ത ചില വാഗ്ദത്തങ്ങൾ ആ കാതുകളെ മുഴകട്ടെ. ഇതുവരെ കാണാത്ത ചില ദർശനങ്ങൾ, ചില വെളിപ്പാടുകൾ ഇന്ന് രാത്രി കാണത്തക്ക വിധത്തിൽ ആത്മാവിൽ ആരാധിച്ചേ. ഇതുവരെ പറയാത്ത ചില വാക്കുകൾ ആ അതരത്തിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ.
പറയാത്ത ചില വാക്കുകൾ, രാധാത ഇതുവരെ ചിന്തിക്കാത്ത ചില വെളിപ്പാടുകൾ. അഭിഷക്തനെ, നിന്റെ ശുശ്രൂഷയുടെ മൂർച്ച വർദ്ധിക്കുന്നത് പോലെ, ഓ നിന്റെ ബദല ശുശ്രൂഷയുടെ ആഴം വർദ്ധിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്ക, പരിസരം മറന്നാരാധിക്ക്, പരിസരം മറന്നാരാധിക്ക്, പരിസരം മറന്നാരാധിക്ക്. അഭിഷക്തന്മാരുടെ മേൽ ഇന്ന് രാത്രി ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ പ്രവചനത്താൽ നിന്നിലുണ്ടായ കൃപാവരം എന്നതുപോലെ ഈ രാത്രി ഇംപാർട്ടേഷനുകൾ സംഭവിക്കട്ടെ. ഇംപാർട്ടേഷനുകൾ, ഇംപാർട്ടേഷനുകൾ. രോഗങ്ങൾ അഴിഞ്ഞു മാറ്, രോഗങ്ങൾ അഴിഞ്ഞു മാറ്, രോഗങ്ങൾ അഴിഞ്ഞു മാറ്. ക്യാൻസറുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോ. സകല ഗ്രോത്തുകൾ, ട്യൂമറുകൾ ഇപ്പോൾ വറ്റിപ്പോ യേശുവിന്റെ നാമത്തിൽ. പൈശാചിക മണ്ഡലങ്ങൾ അടിഞ്ഞു പുറത്തു പോ. ബ്ലോക്കുകൾ പൊട്ടിമാറട്ടെ. പരിമിതികൾ, യെരൂശലേമിൽ നിനക്ക് നല്ല തിരക്കാ, പക്ഷെ ഇന്ന് രാത്രി യെരൂശലേമിന്റെ ആ പരിധിയെ ദൈവം പൊളിക്കുന്നു. യഹൂദിയയിൽ എല്ലായിടത്തും അതിന്റെ പരിധിയെ പൊളിച്ച് ശമരിയയിൽ തീർന്നില്ല, ഭൂമിയുടെ അറ്റത്തോളം പരിധികൾ പൊളിയട്ടെ, പരിമിതികൾ പൊളിയട്ടെ, പരിമിതികൾ പൊളിയട്ടെ. കരമടിച്ച്, കരമടിച്ച്. എനിക്കറിയാം, ഞാൻ ആ വാക്കുകൾ പറയുമ്പോ ഇന്ന് രാത്രി ആ ദൈവശക്തി ചിലരുടെ പരിമിതികളെ പൊളിക്കുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, കെട്ടി നിൽക്കുന്ന വെള്ളത്തെ തള്ളിപ്പായിക്കുന്നത് പോലെ ഈ രാത്രി നിന്നെ കർത്താവ് പുറത്തേക്ക് ഇറങ്ങുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. പരിമിതികൾ പൊളിയുന്നു, തടങ്ങൾ, പാറകൾ തകരുന്നു. കൊടിയ കാറ്റ് വീശുന്നത് പോലെ, വസ്ത്രങ്ങളിൽ തീ പിടിക്കുന്നത് പോലെ ദൈവമഹത്വം ഈ ഗ്രൗണ്ടിൽ, ഈ ജനത്തിന്റെ മേൽ ഈ രാത്രി ചലിക്കട്ടെ. സെലക്ഷനുകൾ വീഴട്ടെ, സെലക്ഷനുകൾ വീഴട്ടെ, സെലക്ഷനുകൾ വീഴട്ടെ, സെലക്ഷനുകൾ വീഴട്ടെ, സെലക്ഷനുകൾ വീഴട്ടെ. ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പാകെ ഞാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്. യേശുവേ, എൻ്റെ ദേഹം, ദേഹി, ആത്മതലങ്ങളെ ഞാൻ മുഴുവനായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ പറയുന്ന വചനത്തിന്റെ വിടുതൽ എൻ്റെ അകത്ത് ചലിക്കണമേ. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോ. രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരുന്ന് ഏറ്റവും ഒടുവിൽ ആ രക്ഷയിലേക്ക് കയറാൻ, ഇനി അനാത്മികത്വത്തിലല്ല, ജഡികതയിലല്ല, കൃപയിൽ നിൽക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ ജനത്തെ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. 2 ചോദ്യങ്ങളോട് ചോദിക്കാനുണ്ട്. കരങ്ങൾ താഴ്ത്തിയിട്ടോ. ഒന്ന്, പാസ്റ്ററെ, ഞാനിങ്ങനെ യോഗത്തിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയത്തെ കൊടുത്തിട്ടില്ല. ഞാൻ ഇനി യേശുവിന് വേണ്ടി ജീവിക്കുമെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി ഞാനത് പറയാൻ പോവാം. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോ. പഴയ ജീവിതത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു പുതിയ ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി കരങ്ങൾ ഞാൻ കാണുന്നു, ഒത്തിരി കരങ്ങൾ ഞാൻ കാണുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരം ഉയർത്തിപ്പിടിച്ചോ. ആമേൻ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊന്ന് പറഞ്ഞു.
യേശുവേ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവനായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. എന്നെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എനിക്കുള്ള സർവ്വതിനെയും ഞാൻ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. പാസ്റ്റർ, ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനം സത്യമാണെന്ന് എനിക്ക് പല നാളുകളായി അറിയാം. പക്ഷെ പരസ്യമായിട്ട് സ്നാനപ്പെടുമെന്നൊരു തീരുമാനം ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ ഇന്ന് രാത്രി സ്നാനത്തിനായി തീരുമാനിക്കുക. ഒരവസരം കിട്ടിയാൽ ഞാൻ സ്നാനപ്പെടും. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോ. കുഞ്ഞുങ്ങളാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ. സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാക്കിൽ മോളെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി ആരുണ്ട്? 1, 2, 3. ഇനി ആരുണ്ട്? ഇനി ആരുണ്ട്? തലയ്ക്ക് മീതെ കരം ഉയർത്തിപ്പിടിച്ച് കാണട്ടെ. ബാക്കിൽ 4. ഇനി ആരുണ്ട്? ഇനി ആരുണ്ട്? ഇനി ആരുണ്ട്? ഇതൊരു വലിയ സമർപ്പണമാണ്. ആമേൻ. അവിടെ 5. ഇനി ആരുണ്ട്? ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്. ഈ യോഗത്തിന്റെ സംഘാടകരെ നിങ്ങൾ ദയവായി ഒന്ന് കാണണം. എന്തെങ്കിലും തീരുമാനത്തിന്റെ കാർഡോ മറ്റോ ഉണ്ടെങ്കിൽ ദയവായിട്ട് പെട്ടെന്ന് കൊണ്ടുവന്നാട്ട് ഈ കരം ഉയർത്തിപ്പിടിച്ചവരുടെ കയ്യിൽ ആ കാർഡുകൾ കൊടുക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥനയോടെ പിരിയാൻ പോവുകയാണ്. ഈ യോഗത്തിന്റെ കടശ്യ മിനിറ്റാണ്. ഒന്നിച്ചൊന്ന് ആരാധിച്ച് എല്ലാവരും കൂടെ ചേർന്ന് അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാർവോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാർവോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആഘോഷിക്കും സന്തോഷത്താൽ. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണം തന്റെ മുഖം കണ്ടിടും. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ണം തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയും പ്രതീകമേ. യേശുവേ മണാളനേ, പ്രത്യാശയും പ്രതീകമേ. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും. നിന്റെ പുതുയുഗം തിരിയും. തിരികെ വരാതെ നിത്യതയിൽ മറയും. നിന്റെ പുതുയുഗം തിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. ദൈവിക ഭവനം പുതുവീടുകൾ ഒരുക്കിയവൻ. ദൈവിക പുതുവീടുകൾ ഒരുക്കിയവൻ. വരും വേഗമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ വരും വേഗമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ
പുതുയുഗം, പിന്നെ പുതുയുഗം വിരിയും. പ്രിയ പിതാവേ, ഇന്ന് രാത്രി ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ ഭൂമിയിലെ അഗാധ ജലം കൊണ്ടും മേൽത്തരമായ ഗോതമ്പിന്റെ അകക്കാമ്പ് കൊണ്ടും പാറയിലെ തേൻ കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകുന്ന വിശേഷ ഫലങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും മുലയുടെയും ഗർഭത്തിന്റെയും സകല ബലങ്ങൾ കൊണ്ടും ഇന്ന് രാത്രി ജനം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവ സിയോനിൽ നിന്ന് ഇവരെ താങ്ങണമേ. യഹോവ തിരുമുഖം ഇവരുടെ മേൽ ഉയർത്തി ഇവരോട് കൃപയുള്ളവൻ ആകണമേ. ഇവരുടെ ആരോഗ്യം, ഇവരുടെ കുടുംബം, ഇവരുടെ തലമുറ, ഇവരുടെ ജീവിതം, ഇവരുടെ ആത്മിക വിഷയങ്ങൾ, ഇവരുടെ ഭൗതിക വിഷയങ്ങൾ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടട്ടെ. സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇവർ പുറപ്പെടട്ടെ. പകൽ സൂര്യൻ തുടരുത്, രാത്രി ചന്ദ്രൻ തുടരുത്. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൽ കർത്താവിന്റെ ആത്മാവി ജനത്തെ നിർത്തണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ആർത്തു വിളിച്ചൊരു 3 ഹല്ലേലൂയ പറഞ്ഞാണ് ശതമുയർത്തി ഒരിക്കൽ